വരദക്ഷിണ. രചന ഊർമിള മിഥിലാത്മജ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സിയാൻ നൂഞ്ഞേരി. ദേച്ചു, നിന്റെ കളി കുറച്ച് കൂടുന്നുണ്ട്. എന്ത് ഉദ്ദേശത്തിലടിപ്പൂലേ നീ നാട് നീളെ ഞാൻ നിന്നെ കെട്ടാൻ പോണെന്ന് പറഞ്ഞെടുക്കുന്നത്? ഞാൻ പറഞ്ഞു നിന്നോട് ഞാൻ നിന്നെ കെട്ടിയെടുത്തോളാന്ന്. അങ്ങനെ വല്ല പൂതിയും മനസ്സിൽ കയറ്റി വെച്ചിട്ടുണ്ടെങ്കിലേ മോളതങ്ങ് മുളയിലെന്നുള്ളിട്ട് ഈ വീടിന്റെ പടിയിടന്നാ മതി. പറഞ്ഞില്ലാന്ന് വേണ്ട. മനസ്സിൽ മുളച്ചു പൊങ്ങിയ ദേഷ്യം മുഴുവൻ വാക്കുകളിൽ പ്രകടിപ്പിച്ചുകൊണ്ട് അവൻ പുറത്തേക്ക് നടന്നു. നമ്മുടെ യുവാക്കാരിക്ക് നമ്മൾ ജനിക്കുന്നതിന് മുമ്പേ വീട്ടുകാർ പറഞ്ഞുറപ്പിച്ച അതിനിപ്പോൾ ആരും പ്രത്യേകം മുദ്രപത്രത്തിൽ എഴുതി ഒപ്പിട്ട് തരാൻ കാത്തിരിക്കാനൊന്നും എന്നെ കിട്ടില്ല. പുറകിൽ നിന്ന് ഉയർന്നു കേട്ട അധികാരസ്വരത്തിലുള്ള അവളുടെ സംഭാഷണം അവനെ ചൊടിപ്പിച്ചു. ആരെ കണ്ടിട്ടാടി നീ നിന്ന് ഞെളിയുന്ന്? പണ്ടെങ്ങോ വിവരമില്ലാത്ത കാരണവന്മാരായിരിക്കും വായിൽ വന്ന വിവരക്കോട്ടൊക്കെ പറഞ്ഞൊപ്പിച്ചെന്ന് വെച്ച് നിന്നെ എടുത്ത് തറയിലൊക്കെ എന്നെ കിട്ടുമെന്ന് വിചാരിച്ച് ആരുടെ മനക്കോട്ട കിട്ടണമെന്നില്ല. പറഞ്ഞുറപ്പിച്ചവരൊക്കെ മരിച്ചു മണ്ണടിഞ്ഞു കഴിഞ്ഞു. അതിന്റെ പേരിൽ ഇനി എന്റെ അമ്മയെ കുത്തിപ്പൊക്കി വിഷ്ണുവിന്റെ കെട്ടിലമ്മയായി വാഴാനുള്ള ഭാവമാണ് മനസ്സിലെങ്കിൽ അതിനുള്ള മൂപ്പം നിനക്കായിട്ടില്ല. അതും പറഞ്ഞ് പുച്ഛത്തോടെ അവൻ പുറത്തേക്ക് നടന്നു നീങ്ങുമ്പോൾ മനസ്സിൽ വല്ലാത്തൊരു നോവ് പടർന്ന് അവൾ അറിഞ്ഞിരുന്നു. അമ്മായിയുടെ മോനാണ് വിഷ്ണുവേട്ടൻ. കൊച്ചിലെ മുതൽ വീട്ടുകാർ തെച്ചുവിന്റെ ചെക്കെന്ന് പറഞ്ഞു വന്നപ്പോൾ അതിന്റെ അർത്ഥമൊന്നും അറിയായിരുന്നില്ല. പിന്നീട് എപ്പോഴോ കുഞ്ഞുടുപ്പിൽ നിന്നും അരികിൽ തിരികെ ധാവണിത്തുമ്പിൽ അഭിമാനം ഒളിപ്പിച്ചു തുടങ്ങിയപ്പോൾ അറിയാതെ തന്നെ ആ മുഖം മനസ്സിലെ പ്രണയസങ്കല്പത്തിൽ അലിഞ്ഞു ചേരുകയായിരുന്നു. ഈ ദക്ഷിണയുടെ സ്വപ്നത്തിലെ രാജകുമാരൻ. വാക്ക് പറഞ്ഞുറപ്പിച്ച അമ്മാവനും അച്ഛനും ഒരു വാഹനാപകടത്തിൽ ഒരുമിച്ചങ്ങ് പോയപ്പോൾ എന്തുകൊണ്ടോ വിഷ്ണുവേട്ടന് ഒരു മുൻചൂണ്ടിക്കാരന്റെ കുപ്പായം താനെ എടുത്തിടുകയായിരുന്നു എന്ന് തോന്നി. പഠിക്കാൻ മിടുക്കനായിരുന്ന വിഷ്ണുവേട്ടനെ അമ്മായി കഷ്ടപ്പെട്ട് തന്നെയാണ് പഠിപ്പിച്ച്. പലപ്പോഴും തോന്നാറുണ്ട് ആൾക്ക് ഭൂമിയിൽ ആരോടെങ്കിലും സ്നേഹമോ കടപ്പാടോ ഉണ്ടെങ്കിൽ അത് അമ്മായിയോട് മാത്രമാണെന്ന്. ദേച്ചുകുട്ടി, ദാ കുട്ടിയെ നീ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കണേ. വിഷ്ണു ഇവിടെ? അവൻ പോയോ? ദാ നിനക്ക് പറ്റിയേ വയ്യായിക വല്ലതും ഉണ്ടോ? ദാ നിന്റെ കണ്ണൊക്കെ നിറഞ്ഞിരിക്കണല്ലോ. ആകെ കോലം കിട്ടൂരാനുള്ള മോളെ നീ. ആഹാരം കഴിക്കലൊന്നില്ലേ നീ? കഴിച്ചിട്ട് ഇറങ്ങിയതാ അമ്മായി. പയ്യനെ കെട്ട് ഇറങ്ങിയതാ. അവളാ കാട് മുഴുവൻ ഇട്ട് ഓടിച്ചു. ഒരു വിധത്തിൽ അവളെയും പിടിച്ചിട്ടിട്ട് ഇങ്ങോട്ട് വന്ന്. ഇനി ആ നാരായണന്റെ കടയിലൂടെ ഒന്ന് പോകണം. കിച്ചുവിന് ഫീസ് അടക്കേണ്ട ദിവസം നാളെ. 2 മാസമായി മുടങ്ങിയിട്ട്. നാളെ കൂടി കൊടുത്തില്ലേ ക്ലാസ്സിൽ പോലെയൊന്ന് വാശിയിലാ കുറുമ്പി. എനിക്കോ പഠിക്കാൻ പറ്റിയില്ല. അവളെങ്കിലും നന്നായിട്ട് പഠിപ്പിക്കണം അമ്മായി. വീട്ടിലിരുന്ന് അപ്പം തുടങ്ങും എൻ്റെ കാര്യം പറഞ്ഞ അമ്മയുടെ എണ്ണിപ്പറക്കിൽ. അതുകൊണ്ട് ഇങ്ങനെ പോകുന്നു. അല്ല, അമ്മായിക്ക് കാലിന് എങ്ങനെയുണ്ട്? അമ്മ പറഞ്ഞിരുന്നു കാലിന് നീര് കയറി വയ്യാണ്ടായിരുന്നു. അതുകൂടെ അറിയാനാ ഞാൻ വന്ന്. വേദന ഉണ്ടോ ഇപ്പോൾ? എന്ത് പറയാനാ എൻ്റെ കുട്ടിയെ, അതങ്ങനെ വന്നും പോയി നിൽക്കും. ഒരു ദിവസം കുറഞ്ഞ അടുത്ത ദിവസം കൂടുതലാ. അത് കാര്യാക്കണ്ടായി ഞാൻ. അല്ല കുട്ടിയെ, നിനക്ക് പഠിക്കാൻ പോയിക്കൂടെ? പഠിക്കാൻ മിടിക്കായിരുന്നില്ലേ നീയും? മാഷന്മാരടക്കം പറഞ്ഞതല്ലേ നിന്നോട് നീ ക്ലാസ്സിൽ പോയാൽ മതി, ഫീസ് അവർ പ്രശ്നമാക്കുന്നില്ല എന്ന്. അവർക്കൊക്കെ വലിയ പ്രതീക്ഷയായിരുന്നു നീ. ഇനിയും വൈകിട്ടില്ല കുട്ടിയെ. അമ്മായി സഹായിക്കാൻ നിന്നെ. പോയിക്കൂടെ നിനക്ക്? ഏയ്, ഇനിയൊന്നും വേണ്ട അമ്മായി. ആകെ ഞാൻ എപ്പോഴും മനസ്സിൽ നിന്ന് പറിച്ചു കളഞ്ഞത്. അച്ഛൻ പോയെന്ന് പറഞ്ഞപ്പോൾ ഒരു മരവിപ്പായിരുന്നു. അമ്മയെ ഇത്രയില്ലാത്ത അനിയത്തിയും കൊണ്ട് എന്തെയ്യുന്നോർത്തുള്ള ഓട്ടമായിരുന്നു. വിശപ്പ് കൊണ്ട് വയറെത്തിയപ്പോൾ പഠിപ്പ് വിശപ്പിനേക്കാൾ വളരെ ചെറിയ കാര്യമാണെന്ന് തോന്നി. എനിക്ക് വിശന്ന പോലെ എന്നിലും ചെറിയൊരു വയറോടെ വിശന്നിരിപ്പുണ്ടെന്ന ബോധ്യമായപ്പോൾ അമ്മണി പശുവിൻ്റെ കയറ് പിടിച്ച് പേടിച്ച് മുന്നേ നടന്നപ്പോൾ എൻ്റെ നിസ്സഹായത കണ്ടാവും. സ്വതവേ കുറുമ്പിക്കാരിയായ അവളും അനുസരണയോടെ പിറകെ വന്ന് അച്ഛൻ്റെ പാത പിന്തുടർന്ന് കർക്കശക്കാരിയായ പാൽക്കാരി പെണ്ണായിട്ട് നാരായണേട്ടൻ്റെ കടയിൽ ചെന്ന് നിന്നപ്പോൾ ചെറുപുഞ്ചിരിയോടെ ആ മനുഷ്യൻ പുറത്തെട്ടി 100 രൂപ കയ്യിൽ വെച്ച് തന്നപ്പോൾ അച്ഛനായിരുന്നു മനസ്സിൽ. അവിടുന്ന് അങ്ങോട്ടിൻ്റെ കഷ്ടപ്പാടറിഞ്ഞ് എൻ്റെ അമ്മണി അറിഞ്ഞ് എന്നെ ചുരത്തി തന്നപ്പോൾ കിച്ചുവിൻ്റെ പഠിപ്പിങ്ങനെ മുടക്കരുതെന്നൊരു പ്രാർത്ഥനയേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഉദ്ദേശത്തിൽ തന്നെയാണ് കിട്ടണതാവട്ടെ എന്ന് കരുതി പുതുപ്പണക്കാരൻ്റെ ആട്ടും തുപ്പും കേട്ട് തുണിക്കടയിൽ സെയിൽസുകളായിട്ട് കയറിയതും. വായിലെ നാക്കിന് നീളം കൂടുതലുള്ളതുകൊണ്ട് ഊണിന് മുട്ടില്ലാണ്ട് പോകുന്നു. അതിൽ കൂടുതലൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല അമ്മായി. എല്ലാം അറിയാം കുട്ടിയെ. എന്നാലും നിന്റെ കഷ്ടപ്പാട് കാണുമ്പോഴാ കൂടുതലൊന്നും ആലോചിച്ചു കൂട്ടണ്ട അമ്മായി. ഇനി എന്നാലേ ഇന്നലത്തെ ബാക്കി കടയിൽ നിന്ന് കേൾക്കാം. പാലിൻ്റെ പൈസ വാങ്ങിയിട്ട് വേണം വീട്ടിൽ പോയി കുളിച്ച് റെഡിയായി പോവാൻ. അമ്മിണി പറമ്പിലുണ്ട്, ഒന്ന് ശ്രദ്ധിച്ചിക്കണേ. എൻ്റെ ജീവനാ അത്. അറിയാൻ തേച്ചു. പോയിട്ടോ, വഴക്ക് കേൾക്കണ്ടേ ഇനി. അമ്മായിയോട് യാത്ര പറഞ്ഞിറങ്ങുമ്പോഴും മനസ്സ് പഴയ കാലങ്ങളിലേക്ക് ഓടിക്കൊണ്ടിരുന്നു. വീട്ടിലെത്തി കുളിച്ചു മാറി ഫീസ് അടക്കാനുള്ളതും കിച്ചുവിൻ്റെ കയ്യിൽ കൊടുത്ത് അവളെയും കൂടി ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു. അകലെ നിന്ന് തന്നെ ആൾത്തറയിൽ കൂട്ടുകാരടുത്ത് വർത്തമാനം പറയുന്ന വിഷ്ണുവേട്ടനെ കണ്ടു. സ്വതവേ ഗൗരവക്കാരനെ ആളുടെ മുഖം എന്നെ കണ്ടപ്പോൾ ഒന്നുകൂടി വലിഞ്ഞു മുറുകുന്ന കണ്ട് ചിരിയാണ് വന്നത്. വിച്ചേട്ടാ, എന്നെ കൊണ്ടാക്കാവോ എന്നും ചോദിച്ച് അങ്ങോട്ടേക്ക് ഓടിപ്പോകുന്ന കിച്ചുവിനെ പിടിച്ചിർത്താൻ നോക്കിയെങ്കിലും പിടിയിൽ നിൽക്കാതെ അവൾ ഓടിക്കഴിഞ്ഞിരുന്നു. വിച്ചേട്ടനും കിച്ചുകൂട്ടി അത് അവർ തമ്മിലുള്ള ഡീലാണ്. അമ്മായി കഴിഞ്ഞാൽ വിഷ്ണുവേട്ടൻ ചിരിച്ച് സംസാരിക്കുന്നത് കിച്ചുവിനോടാണ് തോന്നിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ ഒറ്റക്കോളിരുന്ന ആൺകുട്ടികൾക്ക് പെങ്ങന്മാരെന്ന് വെച്ചാൽ ജീവനാണെന്ന് കേട്ടിട്ടുണ്ട്. അവളെ കണ്ടവൻ ചാടിയിറങ്ങി താഴെ നിൽപ്പുണ്ട്. പെണ്ണുപോയി കയ്യിൽ പിടിച്ച് ചുറ്റിക്കറങ്ങി കഥ പറഞ്ഞു നിൽക്കുന്ന കണ്ടപ്പോൾ തെല്ലൊരു അസൂയ തോന്നാതിരുന്നില്ല. എന്നോട് മാത്രമാണ് ഈ വെറുപ്പെന്ന് പോലും തോന്നിയിരുന്നു പലപ്പോഴും. ഡി കിച്ചു, ഇങ്ങോട്ട് പാടി.
വണ്ടി വരാൻ സമയമായി. നിന്റെ കിന്നാരം കഴിഞ്ഞ് ചെന്നാലേ വണ്ടി നോക്കിക്കില്ല. തെല്ലൊരു ദേഷ്യത്തോടെ അവളുടെ കൈ പിടിച്ച് വലിച്ചപ്പോൾ പെണ്ണ് ഒന്നുകൂടി അങ്ങോട്ട് പിടിമുറുക്കുന്ന കണ്ടു. നിനക്ക് പോണെങ്കിൽ നീ പോയാൽ മതി, അവള് സ്കൂളിലാക്കാൻ എനിക്കറിയാം എന്ന് പറഞ്ഞ് എന്നെ തുറിച്ചു നോക്കുന്ന കണ്ടപ്പോൾ ഉള്ളിൽ തികട്ടി വന്ന ദേഷ്യം മുഴുവൻ കണ്ണുകളിൽ ആവാഹിച്ച് രണ്ടുപേരെ ഒന്ന് ഇരുത്തി നോക്കിയപ്പോഴേക്കും ബസ് വന്നിരുന്നു. ഇടം വരെ നോക്കാണ്ട് ബസ് ലക്ഷ്യമാക്കി ഓടുമ്പോൾ പുറകെ വന്നിരുന്ന ബൈക്ക് കണ്ണിൽ പെട്ടിരുന്നില്ല എന്നതാണ് സത്യം. ദേഹത്ത് തട്ടി വണ്ടി നിന്നും തെല്ലൊന്നാഞ്ഞ് വീഴാൻ പോയത് ഒന്നിച്ചായിരുന്നു. ഒരു വിധത്തിൽ ബാലൻസ് ചെയ്ത് നിവർ നോക്കിയപ്പോൾ ഇന്നും ലേറ്റായോ എന്ന അർത്ഥത്തിൽ തന്നെ നോക്കിയിരിക്കുന്ന അനിയെ കണ്ടു. എന്താണോ തനിക്കെന്തെങ്കിലും പറ്റിയോ എന്നുള്ള ചോദ്യത്തിന് ഇല്ലെന്ന് മറുപടിയോട് തിരിഞ്ഞു നോക്കിയപ്പോൾ ബസ് സ്ഥലം വിട്ടിരുന്നു. ഇനി എന്ത് ചെയ്യും, ഇന്നും വൈകുമല്ലോന്നോർത്ത് വിഷമിച്ച് നിന്നപ്പോഴാണ് എവിടെ നോക്കിയിട്ട് നടക്കുന്നത്, നിന്റെ കണ്ണിലെന്താ കുരുവാണോ? ചൂടന്റെ ശബ്ദം കേട്ടത് വിഷ്ണുവേട്ടനായിരുന്നു. ആളുടെ കയ്യിൽ തൂങ്ങി അമ്പരപ്പോടെ തന്നെ നോക്കി നിൽക്കുന്ന കിച്ചുവിനെയും കണ്ടു. താൻ പറയിടുന്ന ഡയലോഗ് മറ്റെവിടെ നോക്കിയേട്ട ഞെട്ടിലായിരുന്നു അനി. ഞാൻ ബസ് പോകുന്നുണ്ടപ്പോ വിക്കി പറഞ്ഞു വന്നപ്പോഴേക്കും മുഖം ഒന്നുകൂടി ചുവക്കുന്ന കണ്ടു. എന്നിട്ടിപ്പോ ബസ് പോയില്ലല്ലോ. അതും പറഞ്ഞ് ദേഷ്യത്തിൽ കിച്ചുവിനെയും കയറ്റി സ്കൂൾ ലക്ഷ്യമാക്കി ബൈക്കും എടുത്ത് പോകുന്ന കണ്ടു. കരച്ചിലടക്കാൻ ഞാൻ നന്നായി പാടുപെട്ടിരുന്നു. താനിനി എങ്ങനെ പോവും? അടുത്ത ബസ് 10:30 ഉള്ളൂ. അനിയുടെ ശബ്ദമാണ്. അതേന്ന് മൗനമായി തലയാട്ടി. താൻ കയറി, ഞാൻ അങ്ങോട്ടേനല്ലേ, ഒന്നിച്ചു പോവാം. വേണ്ട നിഷേധാർത്ഥത്തിൽ തലയാട്ടി. ഞാനും താനും ഒരേ കടയിൽ വർക്ക് ചെയ്യുന്നവരാ. മാത്രമല്ല തൻ്റെ ബസ് പോവുകയും ചെയ്തു. ഇന്നുകൂടി താമസിച്ചെന്നാ നാളെ മുതൽ തന്നോട് വരണ്ടെന്നോ പറയാം. ഇന്നലത്തെ കാര്യം തന്നെ തനിക്കറിയാലോ. താൻ തൽക്കാലം വേറൊന്നും ആലോചിക്കണ്ട എന്ന് അനി പറഞ്ഞപ്പോൾ വീട്ടിലെ കാര്യം മാത്രമേ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. എൻ്റെ കിച്ചുവിൻ്റെ പഠിപ്പ് ആലോചിച്ച് സമയങ്ങളത് കയറിടൂ എന്ന് വീണ്ടും അനിയുടെ ശബ്ദം കേട്ടപ്പോൾ ചാടി ബൈക്കിന്റെ പിന്നിൽ അകന്നു മാറിയിരുന്നു. നിമിഷ നേരം കൊണ്ട് ബൈക്ക് പറന്നു പോകുന്ന കണ്ടു. കുറച്ചു മുമ്പിലായി കിച്ചുവേട്ടനും വിഷ്ണുവേട്ടനും പോകുന്ന കണ്ടു. അനി വണ്ടിയുടെ സ്പീഡ് വീണ്ടും കൂട്ടിയപ്പോൾ അവരെ തോൽപ്പിക്ക് വിച്ചേട്ടാന്ന് കിച്ചു പുറകിൽ നിന്ന് വിളിച്ചു പോകുന്നുണ്ട്. ചേച്ചിയുടെ ഗതികേട് അവൾക്ക് അറിയില്ലല്ലോ, പാവം. നിമിഷങ്ങൾ കൊണ്ട് അനി വിഷ്ണുവേട്ടന്റെ ബൈക്കിനെ ഓവർടേക്ക് ചെയ്ത് മുമ്പിൽ കയറിയിരുന്നു. പിന്നിലേക്ക് പാളി നോക്കിയപ്പോൾ വെട്ടി നുറുക്കാനുള്ള ദേഷ്യവുമായി എന്നെ തന്നെ നോക്കിയിരിക്കുന്ന വിഷ്ണുവേട്ടനെ കണ്ട് അന്തം വിട്ടിരുന്നു. ദൈവമേ, ഇങ്ങനെ വെട്ടുപോത്തിന് നോക്കണ പോലെ എന്നെ നോക്കുന്നത് വെറുപ്പല്ലേ? എന്നെ കൺമുമ്പിൽ അറിയാതെ ഇങ്ങനെ പെട്ടുപോയാൽ കടിച്ചേറാൻ നിൽക്കുന്ന ആളല്ലേ. എന്നിട്ടിപ്പോൾ എന്തിനാ ഇത്ര ദേഷ്യം? ഇനി അനിയുടെ കൂടെ വണ്ടി കയറിയിട്ടാവോ? ഏയ്, അങ്ങനെ ആവാൻ വഴിയില്ല. ഇനി അങ്ങനെ ആണെത്തന്നെ എന്താ കുഴപ്പം? ഇന്നലെ ബസ് ഇറങ്ങാൻ കുറച്ച് താമസിച്ചു. ഓടിക്കതച്ച് കടയിലെത്തിയത് കേട്ടു കണ്ണുപൊട്ടനെ ചീത്ത. കെട്ടിയിലമ്മ കൊഞ്ചിക്കൊഴിഞ്ഞ് താമസിച്ചു വന്നാണത്രേ. ഇങ്ങനെ തുടരാനാണ് ഉദ്ദേശമെങ്കിൽ ഇനി ഇങ്ങോട്ട് കയറേണ്ടെന്ന് ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു. ഇന്നുകൂടി താമസിച്ചു പോയാൽ ഉള്ള ജോലി പോവും. 3 വയറുകൾ അല്ലില്ല കഴിഞ്ഞു പോകുന്ന ഈ ഇത്തിരി വരുമാനം കൊണ്ടാ. അതുകൂടി ഇല്ലാണ്ടായി അവിടെ തീരുവി തെച്ചു. എൻ്റെ ഗതികേട് കൊണ്ടല്ലേ ഇങ്ങനെ ഓരോന്ന് കേൾക്കേണ്ടി വരുന്നത്. എൻ്റെ അച്ഛയുണ്ടെങ്കിൽ ഞാനും കിച്ചുവിനെ പോലെ പഠിച്ചടക്കേണ്ട പ്രായം. 20 വയസ്സ് കഴിഞ്ഞിരിക്കുന്നു. പഠിക്കണം, ഡിഗ്രി ചെയ്യണം, ടീച്ചറാവണം, എന്തൊക്കെ ആഗ്രഹങ്ങളായിരുന്നു. പക്ഷേ എല്ലാം വെറും സ്വപ്നങ്ങൾ മാത്രമായി മാറിയിരിക്കുന്നു. ജീവിതം പലപ്പോഴും അങ്ങനെയാണ്. സ്വപ്നം കാണാവുന്നതിൻ്റെ അങ്ങേയറ്റം സ്വപ്നം കാണിക്കും. അത്രമേൽ പ്രിയപ്പെട്ട സ്വപ്നങ്ങളായവ ഉറക്കം കെടുത്തും. ഒടുവിൽ ചീട്ട് കൊട്ടാരം തകരും പോലെ മോഹക്കൊട്ടാരം ഒരു നിമിഷം കൊണ്ട് തകർത്തില്ലാതാക്കും. തൻ്റെ ജീവിതത്തേക്കാൾ വലിയ മറ്റെന്തുദാഹരണമാണ് അതിന് വേണ്ടത്? വണ്ടി കെട്ടറി ചാടിയപ്പോഴാണ് ചിന്തകളിൽ നിന്നുണർന്നത്. നിറഞ്ഞു തൂവിയ കണ്ണിൽ നിന്നൊരു തുള്ളി കണ്ണുനീർ അനിയുടെ കഴുത്തിലേക്ക് ചിതറി വീണപ്പോഴാണ് അനി മിററിലൂടെ നോക്കിയത്. എന്താണ് താൻ കരയാണോ? എന്തുപറ്റി? വല്ലാണ്ട് വിഷമിച്ചിരിക്കുന്നു. കടയിലെ വായടി പെണ്ണല്ലോ ഇപ്പം എൻ്റെ കൂടെയുള്ളത്. എന്തുപറ്റിയിടോ? രാവിലെ തൊട്ട് ഈ ലോകത്തൊന്നല്ലല്ലോ. ഏയ്, ഒന്നുമില്ല അനി. ഞാനിങ്ങനെ ഓരോന്ന് ആലോചിച്ചിരുന്ന വീട്ടിലെ കാര്യങ്ങളൊക്കെ. പുറകിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ റോഡ് ശൂന്യമായിരുന്നു. കിച്ചുവിൻ്റെ സ്കൂളിലേക്കുള്ള റോഡ് കഴിഞ്ഞു പോയതുപോലും അറിഞ്ഞിരുന്നില്ല. വണ്ടി കടയുടെ മുന്നിൽ നിന്നു. തിരക്കേറിയ ദിവസമായതിനാൽ ചിന്തിച്ചു നിൽക്കാൻ സമയമുണ്ടായിരുന്നില്ല. കടയിലേക്ക് തിരക്കിട്ട് കയറി ചെന്ന അനിയും തെച്ചുവിനെയും കാണാൻ കടയുടമയുടെ മുഖം ചുളിഞ്ഞു. അയാൾ പരിഹാസഭാവത്തിൽ നോക്കി അവരെ കടന്നുപോയി. കിച്ചുവിനെ സ്കൂളിലാക്കി തിരിച്ച് വീട്ടിലെത്തിയ വിഷ്ണു കലി കയറി തലങ്ങും വിലങ്ങും നടക്കുന്നത് കണ്ടാണ് ശാരദ അവൻ്റെ അടുക്കിലേക്ക് വന്ന്. എന്താ എൻ്റെ കുട്ടിയെ നീ വാലിന് തീ പിടിച്ച കുരങ്ങിനെ കൂട്ട് ഇരിപ്പുറക്കാതെ നടക്കണേ? എന്തേ ഉണ്ടായത്? വന്നപ്പോൾ തൊട്ട് തുടങ്ങിയതാണല്ലോ. ഇതിന് മാത്രം കലി കയറാൻ എന്താ? നീ അവിടെ സമാധാനമായിട്ടൊന്ന് ഇരിക്കേ. എനിക്ക് സമാധാനിക്കേണ്ടത് അമ്മയോടാരാ പറഞ്ഞു? വല്ലവളുമാര് വല്ലവനെ പുറകെ പോകുന്നതിന് എനിക്കെന്താ? അങ്ങനെ പറയ്. അപ്പൊ അതാ കാര്യം. ആട്ടെ, ആരാ പോയത്? ദച്ചുവാന്നോ? ആ ഒരുമ്പട്ടോടെ കാരിൻ്റെ അടുത്ത് മിണ്ടിപ്പോരുത്. തന്നിഷ്ടക്കാരി. അവളെ എന്നെ താനേ കെട്ടിവെക്കാൻ ഇന്നലെ രാത്രി ഇവിടെ എൻ്റെ അടുത്ത് അവിടെ വക്കാലത്ത് കൊണ്ട് വന്നല്ലേ. കണ്ടവന്മാരുടെയൊക്കെ വണ്ടിക്ക് പുറകിൽ കയറിറങ്ങി നടക്കുന്നവളെ എന്റെ തലയിൽ കയറ്റിവെക്കാൻ നോക്കണ്ടേ നീ? നിർത്താ. നാവിന് എല്ലില്ലാന്ന് വെച്ച് എന്തും പറയാന്നായ വിഷ്ണു നിനക്ക്? പാവ ആ പെണ്ണ് പകലന്തി ഓടിപ്പാഞ്ഞ് കഷ്ടപ്പെട്ടിട്ടാ ആ കുടുംബം നോക്കണത്. ഒരാൺകുട്ടി ചെയ്യാത്ത കാര്യമില്ലേ അവള് ചെയ്ത്? കെട്ടും പൊട്ടും തിരിയാത്ത പ്രായത്തിൽ അച്ഛൻ മരിച്ചിട്ടും ഇന്നും കാക്കക്കും പൂച്ചക്കും കൊടുക്കാതെ ആ കുടുംബവും കഴിവും കഴിവത്തും ഇല്ലാത്ത അമ്മയും അനിയത്തെയും പൊന്നുപോലെ നോക്കാനായിട്ട് നെട്ടോട്ട് ഓടുക ആ പെണ്ണ്.
രാവ് പകലാക്കി അവള് ജീവിക്കണത്. വെളുപ്പിന് 3 മണിക്ക് തൊഴുത്തിന്ന് തുടങ്ങുന്ന അങ്കുവാ. നീയൊക്കെ പോത്തുപോലെ കിടന്നുറങ്ങുമ്പോ അവൾ അവിടെ കുടുംബം നോക്കാൻ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ ചെയ്യാത്ത പണികളില്ല. വന്നീച്ചില്ലെങ്കിലും നിന്ദിക്കരുത്. ഇനി ഒരു വാക്ക് അവളെ കുറിച്ച് മോശമായിട്ട് നിന്റെ വായിന്ന് കേട്ടുപോരുത്. നിനക്ക് വേണ്ട, നിനക്ക് അവളെ വിധിച്ചിട്ടില്ലെന്നേ പറയൂ ഞാൻ. അവളെ പോലെ ഒരു മോളെ കിട്ടാൻ എനിക്ക് യോഗമില്ല, അത്ര തന്നെ. ഇതും പറഞ്ഞ് വിഷ്ണുവിനെ നോക്കി ദേഷ്യപ്പെട്ട് അകത്തേക്ക് കയറിപ്പോയ ശാരദാമ്മയുടെ ഭാവം അവനെ കൂടുതൽ ദേഷ്യത്തിലേക്ക് തള്ളിവിട്ടു. കലിച്ചുരുളി പുറത്തിറങ്ങി അവൻ കണ്ടത് പറമ്പിൽ കെട്ടിയ അമ്മിണി പശുവിനെയാണ്. അവളോടുള്ള ദേഷ്യം അവൻ തീർത്ത് അതിന്റെ കെട്ടഴിച്ചു വിട്ടുകൊണ്ടാണ്. കടയിലെ തിരക്കിന് പുറമെ ബസ്സിലെ തിരക്ക് കൂടിയായപ്പോൾ തീരെ വയ്യാതെയാണ് ദച്ചു ബസ് ഇറങ്ങി വീട്ടിലേക്ക് നടന്ന്. പതിവിലും വൈകിയാണ് കടയിൽ നിന്ന് ഇറങ്ങാൻ പറ്റിയത്. കസ്റ്റമേഴ്സ് കുറഞ്ഞു തുടങ്ങിയപ്പോൾ നേരത്തെ ഇറങ്ങാൻ തുടങ്ങിയതായിരുന്നു. അപ്പോഴാണ് വീണ്ടും തിരക്കായത്. ആവശ്യത്തിനും അനാവശ്യത്തിനും തുണി നിരത്തിയൊടുവിൽ ഒന്നും എടുക്കാതെ ഇറങ്ങിപ്പോകുന്ന ഒരു കൂട്ടം. 10,000-ന്റെ തുണിത്തരത്തിൽ തുടങ്ങി ഒടുവിൽ 500 രൂപയുടെ തുണിയും വാങ്ങി മടങ്ങുന്നവർ. ഇവളുമാർക്ക് ഇതല്ലേ പണി, നിന്ന് ചെയ്യട്ടെ എന്ന് ധരിക്കുന്ന ഒരു വിഭാഗം. എല്ലാവർക്കും മുമ്പിൽ ചിരിച്ചു നിന്നേ പറ്റൂ. തൊഴിൽ അതായിപ്പോയി. അന്നം തരുന്ന തൊഴിലാണ്, ദൈവമായി കണ്ടേ ചെയ്യാവൂ. അവിടെ വീട്ടിലെ പ്രാരാബ്ദവും ശരീരത്തിന്റെ വേദനകൾക്കൊന്നും യാതൊരു പ്രസക്തിയുമില്ല. വീണ്ടും കസ്റ്റമേഴ്സിന്റെ മുന്നിലേക്ക് ചിരിച്ച മുഖവുമായി ഇറങ്ങിച്ചെന്നു. എന്നും ഇറങ്ങുന്നതിനേക്കാളും ഏതാണ്ട് 1.5 മണിക്കൂർ വൈകിയാണ് ഇറങ്ങിയത്. അനിക്കൊണ്ടാക്കാമെന്ന് പറഞ്ഞെങ്കിലും മനഃപൂർവ്വം വേണ്ടെന്ന് പറഞ്ഞതാണ്. രാവിലെയുള്ള വിഷ്ണുവേട്ടന്റെ ഭാവം അപ്പോഴും മനസ്സിലുണ്ടായിരുന്നു. ഓരോന്ന് ആലോചിച്ച് നടക്കുമ്പോൾ തല വെട്ടിപ്പൊളിയുന്ന പോലെ തോന്നിയിരുന്നു അവൾക്ക്. കാലുകൾ ഭാരം താങ്ങാത്ത പോലെ. കവലയിൽ വിഷ്ണുവേട്ടന്റെ വാനരക്കൂട്ടം നിലയുറപ്പിച്ച് കഴിഞ്ഞിരുന്നു. എടാ നോക്കടാ, ഉദ്യോഗസ്ഥ വരുന്നു. നീ കണ്ടില്ലേ, മുണ്ട് താഴ്ത്തിയിടാ. നാട്ടിലെ കളക്ടറല്ലേ വരുന്നത്. ആ ഇവളുമാരുടെയൊക്കെ ഉദ്യോഗം എന്താണെന്ന് നമുക്കറിയില്ലേ. ഓളാ, നമ്മളെയും കൂടി ഒന്ന് പരിഗണിക്കണേ. ദേഷ്യവും സങ്കടവും സഹിക്കാവുന്നതിൽ അപ്പുറമായപ്പോഴാണ് നേരെ അവർക്ക് നേരെ നടന്ന്. പിന്നെന്തേട്ടാ, പരിഗണിക്കാനോ എന്ന് പറഞ്ഞിരുന്നു. അവിടെ കൈ അവന്മാരിൽ ഒരാളുടെ കരണത്ത് പതിഞ്ഞു കഴിഞ്ഞിരുന്നു. നിന്റെയൊക്കെ വീട്ടിലെ പെണ്ണുങ്ങളെ പോലെ തന്നെയാടാ ഞങ്ങളും. ജീവിക്കാൻ നെട്ടോടുമ്പോ അപവാദം പറഞ്ഞ് പരത്തരുത്. പട്ടിണി എടുക്കുമ്പോ പച്ചവെള്ളം കുടിച്ചോന്ന് ചോദിക്കാൻ പോലും ആരെയും കണ്ടിട്ടില്ലല്ലോ. എന്നിട്ട് ഇപ്പൊ അപവാദം പറയാൻ മുന്നിൽ നിൽക്കുന്നോ? അവളുടെ കണ്ണുകൾ ചുവന്നു വന്നിരുന്നു. നീ എന്നെ തല്ലിയല്ലേ, കാണിച്ചിരാടി നിന്നെ. ഇത്ര നാളും വേണ്ടാന്ന് വെച്ചപ്പോ നീ സമ്മതിച്ചില്ല. നാട്ടിലൊരു ചെറുക്കനെ കൈ നീട്ടി അടിക്കാൻ മാത്രം മുതിർന്ന നിന്നെ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. വാക്പോര് മുറുകുമ്പോഴാണ് അവിടേക്ക് വിഷ്ണു കടന്നു വരുന്നത്. രാവിലത്തെ കലിപ്പും വൈകിട്ടുള്ള അവിടെ വരവും കൂടിയായപ്പോൾ അവന് തന്നെ ദേഷ്യം നിയന്ത്രിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു. എന്താണ് അവിടെ, എന്താ പ്രശ്നം? ഇവളോട് തന്നെ നിങ്ങൾ ദേഷ്യപ്പെടുന്നത്? അവൻ കാര്യം തിരക്കിയപ്പോൾ വെറുതെയെങ്കിലും ആ പെണ്ണ് ആഗ്രഹിച്ചിരുന്നു തൻ്റെ ഭാഗത്ത് നിൽക്കാൻ ഒരാൾ വന്നിരിക്കുന്നെന്ന്. പൊടിപ്പും തൊങ്ങലും ചേർത്ത് എന്തൊക്കെയോ വിഷ്ണുവേട്ടൻ്റെ ചെവിയിൽ കുശൂഷിക്കുന്ന കണ്ടു. ഡാളിയ, ഇവളെന്നെ തല്ലിയടാ. നിന്റെ കുടുംബക്കാരി ആയതുകൊണ്ട് മാത്രാ ഞങ്ങൾ ഇവിടെ തല്ലാതിരുന്ന്. വിഷ്ണുവിന്റെ മുഖം അപ്പോഴേക്കും ചുവന്നു കൊടുത്തിരുന്നു. കണ്ണുകളിൽ തീപാർന്നായി തോന്നിയവൾക്ക് ഒരലർച്ചയോടെ അവൻ അവൾക്ക് നേരെ തിരിഞ്ഞു. നേരാണോടി ഇവൻ പറഞ്ഞു? നീ ഇവനെ തല്ലിയോ? ആ തല്ലി. അവൻ എന്താ പറഞ്ഞെന്നോട് ചോദിച്ചു നോക്ക്. നാട്ടിലെ പെമ്പിള്ളേരെ കുറിച്ച് അപവാദം പറഞ്ഞു നടന്നാ ചിലപ്പോൾ മുഖമടച്ചൊന്ന് കിട്ടിയെന്നിരിക്കും. അവൾ കൂസില്ലാതെ പറഞ്ഞു നിർത്തി. ഒരുമ്പെട്ടോളെ, കണ്ടന്മാരുടെ കൂടെയൊക്കെ കറങ്ങി നടന്ന ആ സമയത്ത് വന്നിറങ്ങുമ്പോൾ അത് ചോദ്യം ചെയ്യുന്ന വഴി തെറ്റ്. അവന്റെ കൈ അവളുടെ കവിളിൽ പതിഞ്ഞു. അവളുടെ ചെവിയുടെ പുകഞ്ഞു പോയിരുന്നു. അവളൊരു കൈ കൊണ്ട് മുഖം പൊത്തിപ്പിടിച്ച് നിറകണ്ണുകളോട് അവനെ നോക്കി. അവന്റെ മുഖം അപ്പോഴും ചുവന്ന് തന്നെ ഇരുന്നു. നോക്കി പേടിപ്പിക്കുന്ന വഴിപ്പില്ലേ? നിന്റെ ജോലി 5 മണിക്ക് ഇരുന്നല്ലേ? എന്നിട്ട് ഇത്ര ഇരുട്ട് വരെ ഏതവന്റെ കൂടെ കറങ്ങിയെടുക്കുമായിരുന്നടി. അതെങ്ങനെയാ? ചോദിക്കാനും പറയാനും ആരുമില്ലല്ലോ. അഴിഞ്ഞാടി നടന്ന് പഠിച്ചവൾക്കൊക്കെ നേരത്തെ കാലത്ത് കുടുംബത്തെന്ന ഇരിപ്പുറക്കോ? നിന്നും മോങ്ങാതെ വീട്ടിൽ പൊടി. അവൻ അലറി. മനസ്സിൽ നുരഞ്ഞു പൊന്നിയ സങ്കടം അവളുടെ വാക്കിലെ തൊണ്ടയിൽ തടഞ്ഞു. ശരിക്കും ശ്വാസം എടുക്കാൻ പോലും മറന്ന പെണ്ണ് ജഡം കണക്കെ തിരിഞ്ഞു നടന്നു. അവന്റെ വാക്കുകൾ അവളെ ഓരോ നിമിഷവും ചുട്ടുപൊള്ളിച്ചുകൊണ്ടിരുന്നു. എത്രയൊക്കെ കരച്ചിലടക്കാൻ ശ്രമിച്ചിട്ടും അവളുടെ മിഴികൾ അനുസരണയില്ലാതെ പെയ്തുകൊണ്ടേയിരുന്നു. വിഷ്ണുവിന്റെ ഓരോ വാക്കുകളും ആ പെണ്ണിന്റെ ഹൃദയത്തിൽ മുറിവ് സൃഷ്ടിച്ച് കടന്നുപോയി. അവളുടെ ഹൃദയത്തിൽ നിന്ന് രക്തം പൊടിഞ്ഞതായി അവൾക്ക് തോന്നി. വീട്ടിലേക്കുള്ള വഴിയിൽ അമ്മിണി കെട്ടഴിഞ്ഞു നിൽക്കുന്ന കണ്ടപ്പോൾ അവൾ അമ്മിണിയെ വലിച്ച് വീട്ടിലേക്ക് നടന്നു. അവളുടെ മനസ്സിൽ അപ്പോഴും നൊമ്പരങ്ങളുടെ ഒരു അഗ്നിപർവ്വതം എരിഞ്ഞുകൊണ്ടിരുന്നു. അമ്മിണിയെ തൊഴുത്തിലാക്കി വീട്ടിലേക്കായ ദച്ചുവിന്റെ അരയിലൂടെ 2 കുഞ്ഞിക്കൈകൾ വട്ടം പിടിച്ച് കഴിഞ്ഞിരുന്നു. വാത്സല്യത്തോടെ അവളെ നോക്കിയപ്പോൾ അവൾ തന്നെ നോക്കി നിൽക്കുന്ന കണ്ടു. വിടുകിച്ചു. നിറഞ്ഞു തുളുമ്പിയ മിഴികളെ മറക്കാൻ പാടുപെട്ടുകൊണ്ട് അവൾ പറഞ്ഞു. തന്റെ വാക്കുകൾ മുഖവിലക്കെടുക്കാതെ അവൾ മെല്ലെ എൻ്റെ കവിളിൽ വിരൽ പായിച്ചപ്പോൾ വേദന കൊണ്ട് അറിയാതെ തന്നെ കണ്ണിൽ നിന്ന് ചുടുനീർ കവിളിലൂടെ ഒഴുകിയിറങ്ങി. അമ്മേ, നീ ഒന്നിങ്ങ് വന്നേ, ദച്ചിച്ചിയുടെ കവിളിൽ അടികൊണ്ട പാട്. കിച്ചു അകത്തേക്ക് നോക്കി വിളിച്ചു കൂവി. മറച്ചു വെക്കാൻ ശ്രമിച്ച് എന്തോ പിടിക്കപ്പെട്ടെന്ന ഭയത്തിൽ ഞാൻ കിച്ചുവിനെ നോക്കി ചൂടായി. ഒരുപക്ഷെ കളവിനെ മറക്കാനുള്ള ഏറ്റവും നല്ല ഉപാധി കോപത്തിന്റെ പുകമറ സൃഷ്ടിക്കുക എന്ന് തന്നെയാവും. നിന്നോട് ആര് പറഞ്ഞു അടികൊണ്ട പാടാണെന്ന്? എന്നെ ആരും അടിച്ചിട്ടില്ല.
അവൾക്ക് നേർക്ക് കബഡി ദേഷ്യം നടിച്ച് പറഞ്ഞപ്പോഴേക്കും ചിരിച്ചുകൊണ്ട് കിച്ചുവിന്റെ മറുപടി എത്തി. കവിളത്ത് 5 പേരിലും പതിഞ്ഞ് കിടപ്പുണ്ട്. പിന്നെ ഇതിനെ കള്ളം പറഞ്ഞ് ബുദ്ധിമുട്ടണേ. പറ്റുന്ന പണിക്ക് പോയാൽ പോരെ. കള്ളനെ പിടിച്ച ലാഘവത്തിൽ കിച്ചു അത് പറയുമ്പോഴും ഒരപരാധിയെ പോലെ കുഞ്ഞനിയത്തിയുടെ മുഖത്ത് പോലും നോക്കാനാവാതെ തലതാഴ്ത്തി നിൽക്കുകയായിരുന്നു ഞാൻ. എന്തുവാ പെണ്ണെ നീ വിളിച്ചു കൂണത്? ആരടിച്ചെന്നാ പറയണേ? അമ്മ തന്നെ ചോദിച്ചു നോക്ക്. ഞാൻ ചോദിച്ചിട്ടൊന്നും പറയുന്നില്ലെന്നാ. കിച്ചുവിന്റെ പരിഭവം നിറഞ്ഞ വാക്കുകൾ കേട്ടതും വല്ലാത്തൊരു വേദന തോന്നിയിരുന്നു. അവളുടെ വിച്ചേട്ടൻ തല്ലിയതാണെന്ന് ഞാനിങ്ങനെ അവളോട് പറയും. എന്താ മോളെ, ആരാ നിന്നെ തല്ലിയത്? ആരീ മഹാഭാവം ചെയ്ത്? കവിളൊക്കെ കരിനീരിച്ച് കിടക്കണല്ലോ. എന്താ പ്രശ്നം ഉണ്ടായത്? പറ മോളെ. നിറകണ്ണുകളോടെ അമ്മ മകളെ പിടിച്ച് കുലുക്കുമ്പോഴും അവളുടെ കണ്ണുകൾ തന്നെ മാത്രം നോക്കി നിൽക്കുന്ന കിച്ചുവിലായിരുന്നു. എന്തു പറയും ഞാൻ? അച്ഛൻ പോയതിൽ പിന്നെ കിച്ചുവിന് അച്ഛനും ചേട്ടനുമെല്ലാം അവളുടെ വിച്ചേട്ടനായിരുന്നു. വിഷ്ണുവേട്ടൻ പഠിക്കാനായി പുറത്തു പോകുമ്പോഴും ഒരാഴ്ചത്തെ കഥകൾ മുഴുവൻ മനസ്സിൽ കൂട്ടിവെച്ച് ഞായറാഴ്ചകളിൽ വരുന്ന വിച്ചേട്ടൻ്റെ ഫോൺ കോളിന് കാത്തിരുന്ന കിച്ചുവിൻ്റെ മനസ്സിൽ വിഷ്ണുവേട്ടൻ്റെ സ്ഥാനം ഉടച്ചു കളഞ്ഞിട്ട് എന്തിനാ ആ കുഞ്ഞു മനസ്സുകൂടി വേദനിപ്പിക്കുന്നു? നിന്നോടല്ലേ തെച്ച് ചോദിക്കുന്നത്? നിനക്കെന്താ ചെവി കേൾക്കില്ലാന്നുണ്ടോ? നിനക്ക് പറയാൻ ഉദ്ദേശമില്ല വെച്ചാൽ എന്താ വേണ്ടെന്ന് എനിക്ക് നല്ലോണം അറിയാം. ഇപ്പൊ വിളിക്കും ഞാൻ നിന്നെ മുതലാളിയെ. വേണ്ടെന്നുണ്ടെങ്കിൽ വേഗം കാര്യം പറഞ്ഞോ. ഞാൻ പറയാമേ, അത് ഞാൻ ഇരിക്കട്ടെ. കിച്ചുമോള് പോയി ചേച്ചിക്ക് തിരിച്ച് ചായ ചൂടാക്കി കൊണ്ടുപോവാ. അവൾ മനഃപൂർവ്വം കിച്ചുവിനെ അടുക്കളയിലേക്ക് പറഞ്ഞു വിട്ടു. കിച്ചു അടുക്കളയിലേക്ക് പോയ തക്കത്തിന് അവൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞിരുന്നു. എന്താ മോളെ നീ പറയുന്നത്? വിഷ്ണു അങ്ങനെ പറഞ്ഞു? എൻ്റെ കുട്ടി ഈ കുടുംബത്തിന് വേണ്ടി നെട്ടോട്ടോടുന്ന് അറിയാനിട്ടല്ലല്ലോ അവന്. ചെറുതിലെ മുതൽ കണ്ടു വളരുന്നതല്ലേ നിന്നെ. എന്നിട്ട് അവൻ നിന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞെന്നും നടുറോട്ടിൽ ചന്തച്ചക്കന്മാരുടെ വാക്ക് കേട്ട് തല്ലിയെന്ന് പറയുമ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ല കുഞ്ഞെ. അമ്മയൊന്ന് പയ്യെ പറ. കിച്ചു കേട്ട അവൾക്ക് സങ്കടാവും. ദച്ചു അമ്മയെ ഓർമ്മിപ്പിച്ചു. നിറഞ്ഞു വന്ന കണ്ണുകൾ പാവാടത്തുമ്പിൽ തുടച്ചുകൊണ്ട് 2 പിഞ്ചു കണ്ണുകൾ കതകിൻ മറവിൽ ഒളിച്ചെന്നവർ അറിഞ്ഞിരുന്നില്ല. പണികളെല്ലാം തീർത്ത് കിച്ചുവിൻ്റെ അടുത്ത് കട്ടിൽ പതിയെ വന്ന് കിടക്കുമ്പോൾ അവൾ ദച്ചുവിനെ മുറുകെ കെട്ടിപ്പിടിച്ച് കിടന്നിരുന്നു. പിന്നീടപ്പോൾ ആ കുഞ്ഞിക്കൈകൾ അവിടെ തിണർത്തു പൊന്തിയ കവിളുകളിലൂടെ സഞ്ചരിച്ചത് പാതി മയക്കത്തിൽ അവൾ അറിഞ്ഞു. ഇന്നെന്താ കിച്ചൂട്ടിയെ? ദച്ചു എവിടെ? നീ എന്താ ഒറ്റക്കാണോ? അമ്മിണിയെ കെട്ടാൻ പോണ കണ്ടില്ല. ദച്ചു നേരത്തെ പോയോ? അമ്മയുടെ വാക്കുകൾ കേട്ടാണ് വിഷ്ണു കണ്ണു തുറന്നത്. ജനൽപ്പാളി മെല്ലെ തുറന്ന് നോക്കുമ്പോൾ എടുത്താൽ പൊങ്ങാത്തൊരു പാൽപാത്രം കൊണ്ട് നാരായണേട്ടൻ്റെ കടയിലേക്ക് പാൽ കൊടുക്കാൻ പോവാണ് കിച്ചു. ഇല്ലമ്മായി, ദച്ചേച്ചിക്ക് ചുട്ടുകൊള്ളണ പനിയാ. ഇന്നലെ രാത്രി നിങ്ങളെ പിച്ചുമ്പയും പറയായിരുന്നു. അമ്മയെ ഞാനൊരു രാത്രി മുഴുവൻ തുണി നനച്ചിട്ട് നോക്കുമായിരുന്നു. ചേച്ചി ഇതുവരെ എണീറ്റില്ല. എന്നാ നീ അവിടെ നിൽക്ക് കൂട്ടിയേ, ഞാൻ വിഷ്ണുവിനെ വിളിക്കാം. അവൻ കൊണ്ടാക്കി തരും നിന്നെ. അത്രയിടം വരെ ഈ പാലും കൊണ്ടെത്താൻ നിന്നെ കൊണ്ട് പറ്റുമോ? വേണ്ടമ്മായി, ഞാൻ പോയിക്കോളാം. മറുപടി കാത്തു നിൽക്കാതെ കിച്ചു നടന്നു പോകുന്ന കാണെ വിഷ്ണുവിനെന്തോ പന്തികേട് തോന്നി. പെട്ടെന്ന് എഴുന്നേറ്റ് വായുമുഖവും കഴുകി ഡ്രസ്സുമിട്ട് അവൻ വണ്ടിയും എടുത്ത് കിച്ചു പോയ വഴിയെ പാഞ്ഞു. ഈ ചെറുക്കിന് ഇത് എന്തു പറ്റിയെന്നറിയാതെ പകച്ചു നിൽക്കായിരുന്നു ശാരദയപ്പോൾ. വണ്ടി കിച്ചുവിൻ്റെ അടുത്ത് നിർത്തി വിഷ്ണു അവളെ നോക്കി. അവന് മുഖം കൊടുക്കാതെ അവൾ നിലത്തേക്ക് ദൃഷ്ടിയൂന്നി നിൽക്കുകയായിരുന്നു. എന്താണ് കിച്ചു? അല്ലെങ്കിൽ വണ്ടി കയറാനുള്ള ഒരു അവസരം പാഴാക്കാതെ എൻ്റെ കിച്ചുകൂട്ടി ഇന്ന് വിച്ചേട്ടൻ്റെ ഒരു സഹായം വേണ്ടെന്ന് പറഞ്ഞ് പോകുന്ന കണ്ടല്ലോ. എന്താ എൻ്റെ കുട്ടിക്കുറുമ്പിക്ക് പറ്റി? അവൻ ചോദിച്ചത് തീരുന്നതിന് മുമ്പേ ഉള്ള രേഖലൂടെ മുഖം പുത്തിയിരുന്നു. എൻ്റെ ദച്ചേച്ചി ഉപദ്രവിക്കുന്ന ആരും എനിക്ക് ഇഷ്ടമല്ല. എൻ്റെ ദച്ചേച്ചി പാവ. എന്തിനാണ് എൻ്റെ ചേച്ചിനെ തല്ലിയത്? എന്തിനാ ചേച്ചി ഈത്തയാണെന്ന് പറഞ്ഞ്? എൻ്റെ ചേച്ചി പാവല്ലേ, ആർക്കും ഒരു ഉപദ്രവം ചെയ്യുന്നില്ലല്ലോ. എന്നിട്ട് വിച്ചേട്ടൻ എന്തിനാ എൻ്റെ ചേച്ചി എല്ലാവരുടെ മുമ്പിൽ ചീത്തയാക്കിയത്? ഇന്നലെ സമയത്ത് കടയിൽ ചെന്നിന് ജോലി പോകുന്ന അറിയാവുന്നതുകൊണ്ടാ ചേച്ചി അനുസരിന്റെ വണ്ടി കയറിയത്. എന്നിട്ട് വിച്ചേട്ട് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് എൻ്റെ ചേച്ചി തല്ലിയില്ലേ? എല്ലാവരുടെയും മുമ്പിൽ പഴച്ചകളൊന്നും വിളിച്ചില്ലേ? അവളുടെ മുഖത്ത് വെറുപ്പ് നിറയുന്ന വിഷ്ണു കണ്ടു. അത്രമേൽ പ്രിയപ്പെട്ട കുഞ്ഞനുജത്തിൽ നിന്നും അങ്ങനൊരു ഭാവമാറ്റവൻ തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല. സാറിൽ വിച്ചു, വിച്ചോടും ചേച്ചിയോട് സോറി പറയാം. മോൾ ക്ഷമിക്കുക. വാ, വണ്ടി കയറി, ഞാൻ കൊണ്ടാക്കാൻ കടയിൽ. നിഷേധാർത്ഥത്തിൽ തലയാട്ടി അവൾ മുന്നോട്ട് നടന്നു. ആദ്യം വിച്ചേട്ടൻ്റെ ചേച്ചിയോട് ക്ഷമ പറയാം, എന്നിട്ട് ചേച്ചി ക്ഷമിച്ച ഞാൻ മിണ്ടാം. ഒരു നിമിഷം തിരിഞ്ഞെന്ന് അവനോട് പറഞ്ഞോട് കടലക്ഷ്യമാക്കി നടന്നു. അടഞ്ഞുകിടന്ന ജനൽപ്പാടുകൾക്കിടയിലൂടെ വിളിച്ച് അരിച്ചിറങ്ങുന്ന കണ്ടപ്പോഴാണ് ദച്ചുവിന് സമയത്തെക്കുറിച്ച് ബോധമുണ്ടായത്. അവൾ പിടഞ്ഞ് എഴുന്നേറ്റിരുന്ന് ഫോണെടുത്ത് സമയം നോക്കുമ്പോൾ 10:30 കഴിഞ്ഞിരുന്നു. അവിടെ നെഞ്ചിൽ വെള്ളിടി വെട്ടുന്ന പോലെ തോന്നി. ആലോചിച്ചിരിക്കാൻ സമയമില്ല. ജോലിക്ക് പോയില്ലെങ്കിൽ നാളെ മുതൽ അങ്ങോട്ടേക്ക് ചെല്ലേണ്ട. ഭാരം വെച്ച തലയും തലയിൽ ഉറക്കാത്ത കാലുകളുമായി ഒരു വിധത്തിൽ അവൾ നടുമുറിയിൽ എത്തുമ്പോഴാണ് അമ്മായിയും വിഷ്ണുവേട്ടനെ ഇരിക്കുന്നത് കണ്ടത്. കാലുകൾക്ക് ബലം പോലും തോന്നിയവൾക്ക് കണ്ണുകൾ താനെ അടഞ്ഞു പോകുന്ന പോലെ. തന്നെ കണ്ടതും അരിയിലേക്ക് വരുന്ന അമ്മായിക്കാണ് ചിരിക്കാൻ ചെറുതായൊരു ശ്രമം നടത്തിയവൾ. പക്ഷെ അത് വിജയം കാണുന്നതിന് മുമ്പോൾ ബോധം മറിഞ്ഞ് നിലത്തേക്ക് വീണിരുന്നു. തെച്ചുമോളെ, അമ്മയുടെ ഏങ്ങലടികൾ കേട്ടാണ് കണ്ണു തുറന്ന്. വെട്ടി ഉയർത്തിരുന്നു ശരീരം. തൊട്ടടുത്തായി കരഞ്ഞു തൂങ്ങി അമ്മയോ അമ്മായിയും ഉണ്ട്. തൊട്ടരികിലിരിക്കുന്ന ആളെ കാണെ ആദ്യം മനസ്സിലേക്ക് വെറുപ്പാണ് വന്ന്. വിഷ്ണുവേട്ടൻ.
മുറിയുടെ ഓരത്തിരിക്കുന്ന കണ്ണാടിച്ചിലിൽ മുഖത്ത് കരിനീലിച്ച് കിടക്കുന്ന വിരൽപ്പാടിലേക്ക് മിഴിയൂന്നി നോക്കി. അപമാനത്തിന്റെ വിഷസർപ്പങ്ങൾ ചോര തുപ്പിക്കിടക്കുന്ന പോലെ തോന്നി എനിക്ക്. തന്റെ ആത്മാഭിമാനത്തെ തുലാസിലേറ്റിയ പുരുഷനോട് ഒരിക്കലും ഒരു പെണ്ണിന് ക്ഷമിക്കാനാവില്ലെന്ന് അവൾക്ക് തോന്നി. ഇന്നലെ നടുറോട്ടിൽ തൊളിയൊരിക്കപ്പെട്ടത് ഞാനെന്ന പെണ്ണിന്റെ അസ്തിത്വമായിരുന്നില്ലേ? ഇഷ്ടപ്പെട്ട പുരുഷനിൽ നിന്നും ഇങ്ങനെയൊരു സമീപനം ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നല്ല. എന്തിനാണ് ശരിക്കും ഇന്നലെ വിഷ്ണുവേട്ടൻ എന്നെ തള്ളിയത്? എന്തുകൊണ്ടാണ് നീ വൈകിയെന്ന് ചോദിക്കാമായിരുന്നില്ലേ? എന്തിനാണ് ഞാൻ അവനെ തല്ലിയെന്ന് എൻ്റെ ഭാഗത്തുനിന്ന് ചിന്തിക്കായിരുന്നില്ലേ? അമ്മാവൻ്റെ മകളാണെന്ന് കരുതണ്ട, വഴിയിൽ കണ്ട പെണ്ണാണെന്ന് കരുതിയെങ്കിലും എൻ്റെ ഭാഗമൊന്ന് കേൾക്കാമായിരുന്നില്ലേ? മിഴികൾ നിറഞ്ഞു വന്നുകൊണ്ടിരുന്നു. ഞരമ്പുകൾ വലിഞ്ഞു മുറുകുന്നതായും രക്തത്തിന് ചൂട് പിടിക്കുന്നതായും ശരീരം നിന്ന് വിറക്കുന്നതായും തോന്നി. ഇനിയൊരു നിമിഷം കൂടി അയാളുടെ മുഖം കണ്ടാൽ എനിക്ക് സമനില തെറ്റുമെന്ന് തോന്നിയപ്പോഴാണ് അലറിയത്. ഇറങ്ങി പോകാൻ പറ ഇയാളോട്, കൺമുമ്പിന്ന് പോകാൻ പറ. എനിക്ക് പേടിയ ഇയാളെ, വെറുപ്പാ. അമ്മായി പ്ലീസ് ഒന്ന് ഇറങ്ങി പോകാൻ പറ. ഗതികേണ്ട അങ്ങേയറ്റത്തായിരുന്നു ഞാൻ അപ്പോഴും. നിറകണ്ണുകളോടെ എന്നെ തന്നെ നോക്കിയിരുന്ന വിഷ്ണുവേട്ടന്റെ കണ്ണുകളിൽ ആദ്യമായി കണ്ണുനീർ പൊടിഞ്ഞ് കണ്ടു. പക്ഷെ ആ കണ്ണുനീരെന്നിലെ പെണ്ണിനെ വെല്ലുവിളിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയത്. അഴിഞ്ഞാട്ടക്കാരി, ഒരുമ്പെട്ടവൾ, വാക്കുകൾ ഓരോന്നും ചുട്ടിരിക്കുന്നതായി തോന്നിയപ്പോൾ വീണ്ടും അലറി കരഞ്ഞു. കൊടുങ്കാറ്റ് പോലെ എഴുന്നേറ്റ് പുറത്തേക്ക് പോകുന്ന കണ്ട് കണ്ണിൽ ചോര കലർന്നതോ ദേഷ്യം ചുവപ്പ് പാകിയതോ അറിയില്ല. പക്ഷെ ഇനി ഒരിക്കലും ആ മുഖം കാണരുതെന്ന് ഞാൻ അത്രമേൽ ആഗ്രഹിച്ചു. അമ്മായി വീണ്ടും എന്നെ കട്ടിലേക്ക് താങ്ങിപ്പിടിച്ച് കിടത്തിയിരുന്നു. മൃദുവായി എൻ്റെ നെറുകയിൽ തലോടുകയും ചുംബിക്കുകയും ചെയ്തുകൊണ്ടവർ അരികിൽ നിന്ന് മാറാതെ അവിടെ തന്നെ ഇരിക്കുന്നത് അറിഞ്ഞപ്പോൾ മനസ്സിനൊരു സമാധാനം തോന്നിയിരുന്നു. എന്നെ മനസ്സിലാക്കാനും ആരൊക്കെയോ ഉണ്ടെന്ന ധാരണ. ഇത്രമേൽ വെറുക്കപ്പെടാൻ മാത്രം പാപിയായി മാറിയിരിക്കുന്നു വിഷ്ണു. അവൾ അടുത്ത് വരുമ്പോഴൊക്കെ ദേഷ്യം തന്നെയായിരുന്നു. കൊച്ചിലെ മുതൽ അമ്മക്ക് പറഞ്ഞു കേൾപ്പിക്കാൻ അവളുടെ മിടുക്കിൻ്റെ കഥ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പഠിക്കാൻ എന്നേക്കാൾ മിടുക്കിയായിരുന്നു ദച്ചു. ആ പേര് പറയാനുള്ള അർഹത പോലും എനിക്കുണ്ടാവും. ഇല്ല, പഠനത്തിലും സംഗീതത്തിലും നൃത്തത്തിലും അടക്കം തൊട്ടതിലെല്ലാം വിജയം കൈവരിച്ച അപൂർവ ജനസായിരുന്നവൾ. കല അടുത്തൂടി പോലും പോവാത്തതുകൊണ്ടാണ് പഠിപ്പില്ലെങ്കിലും പെണ്ണിനെ തോൽപ്പിക്കണമെന്ന ലക്ഷ്യത്തിൽ രാത്രി പകലാക്കി പഠിച്ചു തുടങ്ങിയത്. അമ്മായിയുടെ മകളെ വളക്കാൻ ചെക്കന്മാർ കാവൽ നിൽക്കുന്ന കാണുമ്പോൾ മനസ്സിലുണ്ടായിരുന്ന കുശുമ്പ് പയ്യെ പയ്യെ വളർന്ന് അവളോടുള്ള വെറുപ്പായി. എൻ്റെ പെണ്ണിനെ വേറെ ആരും നോക്കേണ്ട എന്ന പോസസീവ്നെസ് തന്നെയാണ് അമ്മാവ് മരിച്ചപ്പോൾ പെണ്ണ് പഠിപ്പുറത്തി വീട്ടിലിരിക്കുന്നതെന്ന് അറിഞ്ഞപ്പോഴും അവളെ പഠിക്കാൻ നിർബന്ധിക്കാൻ തോന്നാത്തത്. പഠിപ്പിനൊപ്പം തന്നെ അവൾ തൻ്റെ ചിലങ്കകൾ ഉപേക്ഷിച്ചെന്ന് കേട്ടപ്പോൾ വല്ലാത്ത സങ്കടം തോന്നിയിരുന്നു. അച്ഛൻ പോയ സങ്കടത്തിൽ കരഞ്ഞു തളർന്ന് ഞാൻ വീട്ടിൽ നിന്നിറങ്ങാതെ അകത്ത് കുടിയിരുന്നപ്പോൾ അതുവരെ പശുവിനെ കാണുമ്പോൾ ഓടിയിരുന്ന പെണ്ണ് അവളുടെ 4 ഇരട്ടി വലുപ്പമുള്ള അമ്മുണി പശുവിൻ്റെ കയറും പിടിച്ച് പറമ്പിൽ നിൽക്കുന്ന കണ്ടപ്പോൾ അന്തം വിട്ടിരുന്ന ഇപ്പോഴും കൺമുമ്പിലുണ്ട്. അപ്പോഴും കുടുംബം നോക്കാൻ നെട്ടോട്ടമോടുന്ന പെണ്ണിന്റെ മതിപ്പുറയുന്ന അമ്മക്ക് മുന്നിൽ അവളേക്കാൾ വലിയവനാണ് ഞാനെന്ന് തെളിയിക്കാൻ സ്വയം കലിപ്പന്റെ കുപ്പായം എടുത്തണിഞ്ഞു. ആരെങ്കിലും എന്തെങ്കിലും പറയാൻ വന്നാൽ തുറിച്ചു നോക്കി അമ്മയുടെ വായടപ്പിക്കുമ്പോഴും താനെന്തോ വലിയ സംഭവമാണെന്ന് കാണിക്കാനാണ് ശ്രമിച്ചത്. അപ്പോഴും ചിരിച്ച മുഖവുമായി പ്രാരാബ്ധങ്ങളോട് എതിരിട്ട് പൊരുതി ജീവിക്കുന്ന പെണ്ണിനോട് അസൂയ തോന്നിയിരുന്നു. മനസ്സ് തുറന്നൊന്ന് ചിരിച്ചാൽ മസില് പോകുമോ എന്ന് ഭയം നടന്ന എനിക്ക് അവളൊരു അത്ഭുതമായിരുന്നു. ചിരിച്ച മുഖവുമായി അവൾ ടെക്സ്റ്റൈൽസിൽ കസ്റ്റമേഴ്സിനെ വരവേൽക്കുന്ന എത്രയോ വട്ടം ഒളിഞ്ഞെന്ന് കണ്ടിരിക്കുന്നു. എനിക്ക് കിട്ടാതെ പോയ സൗഭാഗ്യം മറ്റുള്ളവർ കിട്ടുന്നതിലുള്ള ദേഷ്യമായിരുന്നപ്പോൾ മനസ്സിൽ. ഇടയ്ക്കെപ്പോഴോ കറങ്ങിത്തിരിഞ്ഞ് നടക്കുമ്പോഴാണ് പെണ്ണിന്റെ മൊഞ്ചു നോക്കിയിരിക്കുന്ന കടയുടമയെ കണ്ടത്. ഇരച്ചുകയറിയ ദേഷ്യം അടക്കാൻ പെട്ട പാട് എനിക്ക് മാത്രമേ അറിയൂ. ഷാളൊന്ന് മാറുമ്പോൾ അല്ലെങ്കിൽ ടോപ്പ് നുരയുമ്പോൾ ചൂഴ്ന്നിറങ്ങുന്ന അവന്റെ കണ്ണുകൾക്കുള്ള മറുപടി ആ രാത്രി ഞാൻ അവന്റെ കവിളിൽ പതിച്ചു കൊടുത്തിരുന്നു. ഇവിടെ നടന്ന് നിന്റെ നോട്ടം കൊണ്ടുപോലും അവൾ അറിഞ്ഞാൽ അരിഞ്ഞു തള്ളുമെന്ന സ്ഥിരം ഗുണ്ട ഡയലോഗിൽ അവനും വീണിരുന്നു. അതിൽ പിന്നെയാണ് അവൻ അവളെ പൂച്ചിച്ചു തുടങ്ങിയെന്ന് ഇടയ്ക്കെപ്പോഴോ കിച്ചു പറഞ്ഞപ്പോൾ അറിഞ്ഞു. പെണ്ണിന്റെ പണി പോയാൽ കുടുംബം പട്ടിണിയാവുമെന്ന് അറിയാവുന്നതുകൊണ്ടാണ് പതിവ് CID പണി തുടർന്നത്. ദച്ചുവിനെ അറിയാനാണ് കിച്ചുവിനെ കയ്യിലെടുത്ത്. കുഞ്ഞിപ്പെണ്ണ് ഫോം വിളിച്ച് സ്കൂളിലെയും നാട്ടിലെയും കഥയൊക്കെ പറയുന്ന കൂട്ടത്തിൽ അവിടെ പ്രിയപ്പെട്ട ദച്ചുവേച്ചിയുടെ കാര്യം പറയാനും മറന്നിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഞായറാഴ്ചകളിൽ കാത്തിരുന്ന് കിച്ചുവിനെ വിളിച്ചിരുന്നു അവളെ മാത്രം കൂട്ടി ബൈക്കിൽ കറങ്ങിയതുമില്ല. പതിവ് സന്ദർശനത്തിന്റെ ഇടയിൽ എപ്പോഴാണ് വെളുത്തുമെലിഞ്ഞ പയ്യനിൽ കണ്ണുടക്കിയത്. ചിരിയും കളിയുമായി എൻ്റെ പെണ്ണിന്റെ പുറകെ എല്ലായ്പ്പോഴും ഉണ്ടായിരുന്ന അവന്റെ കണ്ണുകളിൽ സൗഹൃദത്തിനപ്പുറം പ്രണയത്തിന്റെ തിളക്കം കണ്ടു തുടങ്ങിയപ്പോൾ ഉറപ്പിച്ചു, ഇവനാണ് എൻ്റെ പ്രണയകഥയിലെ വില്ലനെന്ന്. ഉള്ളിലൊതുക്കിയ പ്രണയം തുറന്നു പറയാനാവാതെ വീർപ്പുമുട്ടുന്ന തനിക്ക് അവന്റെ കണ്ണിലെ പ്രണയം തിരിച്ചറിയാൻ അത്ര പ്രയാസമൊന്നും ഉണ്ടായിരുന്നില്ല. അവളുടെ ചെറിയ തമാശകൾക്ക് പോലും പൊട്ടിച്ചിരിക്കുകയും ആവശ്യത്തിനും അനാവശ്യത്തിനും കെയർ ചെയ്യുകയും ചെയ്യുന്ന അവൾ അറിയാത്ത തൻ്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുകയാണ് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. അവന്റെ മുമ്പിൽ ചെന്നിരുന്ന് അവളെ ചേർത്ത് നിർത്തി ഇവളുടെ മേൽ കണ്ണ് വേണ്ടെന്നും ഇത് വിഷ്ണുവിന്റെ പെണ്ണാണെന്നും പറയാൻ തോന്നി. പക്ഷെ അപ്പോഴും അവളെന്നെ വിട്ടുപോകില്ലെന്ന് ഉറച്ച ധാരണയുണ്ടായിരുന്നു മനസ്സിൽ.
പിന്നീട് എപ്പോഴോ കോരിച്ചൊരിയുന്ന മഴയിൽ ബസ് നോക്കിയെന്ന് അവൾക്ക് മുമ്പിൽ വണ്ടിയുമായി ചെന്നിരുന്ന അവനെ കാണെ നിയന്ത്രണം വിട്ടുപോയിരുന്നു. ചിരിയോടെ തന്നെ അവൾ അവന്റെ ക്ഷണം നിരസിച്ചപ്പോഴും നനഞ്ഞു കുതിർന്ന അവളുടെ ഉടലിനെ അവന്റെ മിഴികൾ കൊളുത്തി വലിക്കുന്ന കണ്ടപ്പോൾ നടു റോഡിലിട്ട് തല്ലാനാണ് തോന്നിയത്. പാടില്ല, അവനിലെ ഭാവമാറ്റം ഇനി ആ പൊട്ടിപ്പെണ്ണ് മനസ്സിലാക്കിയിട്ടില്ലെന്ന് ഓർത്തപ്പോൾ അവളെ വിഷമിപ്പിക്കാൻ തോന്നിയില്ല. അച്ഛൻ മരിച്ചതോടെ കഷ്ടപ്പാടുകൊണ്ട് പണിക്കിറങ്ങിയ പെണ്ണ് തന്നെ മറ്റുള്ളവർ കാമക്കണ്ണുകളോടെയാണ് നോക്കുന്നതെന്നറിയുമ്പോൾ തകർന്നു പോകുമെന്ന് തോന്നി. ഒരുപക്ഷെ അവൾ ജോലി തന്നെ വേണ്ടെന്ന് വെച്ചുകളെന്നാണ് ആദ്യം കരുതിയത്. ഇനിയൊരു നഷ്ടം കൂടി ആ പെണ്ണ് താങ്ങില്ല. അവൾക്ക് താങ്ങായി ഈ വിഷ്ണു ഉള്ളപ്പോൾ അവളുടെ കണ്ണുകൾ ഇനിയും നിറയാൻ പാടില്ലെന്ന് തോന്നി. അതുകൊണ്ട് തന്നെയാണ് അവളുടെ ബസ് പോകാൻ കാത്തുനിന്നും അവന്റെ ബൈക്ക് ഇടവഴിയിൽ തടഞ്ഞു നിർത്തിയത്. തന്നെ അത്രമാത്രം വേദനിപ്പിച്ച മറ്റൊരു ദിവസവും ഇതുവരെ ഈ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലെന്ന് തോന്നുന്നു. എത്ര ഭീകരമായിരുന്നു ആ വൈകുന്നേരം. ഗ്രാമ കവാടത്തിലേക്ക് കടക്കുന്ന മൺപാത തുടങ്ങുന്നിടത്ത് വെച്ചാണ് ഞാൻ അവനെ തടഞ്ഞു നിർത്തിയത്. അവനെക്കുറിച്ചുള്ള അത്യാവശ്യം കാര്യങ്ങളൊക്കെ അതിനുള്ളിൽ തന്നെ ഞാൻ മനസ്സിലാക്കിയിരുന്നു. വണ്ടി നിർത്തി എന്നെ തന്നെ നോക്കിയിരിക്കുന്ന അവനെ നോക്കി ഞാൻ ചെറുതായെന്ന് ചിരിക്കാൻ ശ്രമിച്ചു. എന്നാൽ ഉള്ളിൽ നുരഞ്ഞു പൊന്തിയ ദേഷ്യം പല്ലുകളിൽ ഞെരിച്ചു കളഞ്ഞപ്പോൾ കണ്ണിൽ രക്തം പരക്കുന്ന അവൻ അറിഞ്ഞു കാണണം. മിസ്റ്റർ വിഷ്ണു അല്ലേ? ദക്ഷിണ പറഞ്ഞിട്ട് നന്നായിട്ട് അറിയാം. എന്താ പക്ഷേ വഴിയിൽ വണ്ടി തടഞ്ഞിരുത്തിയൊരു കസർത്ത്? അപ്രതീക്ഷിതമായി അവനിൽ നിന്ന് വന്ന വാക്കുകൾ തെല്ലെന്ന് അമ്പരപ്പിക്കാതിരുന്നില്ലെന്നാണ് സത്യം. അവനെന്നെ അറിയാമെന്നുള്ളത് എനിക്ക് പുതിയ അറിവായിരുന്നു. ഓ, അപ്പോഴവളെന്നെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ഇനി എന്നെ പരിചയപ്പെടുത്തി സമയം കളയേണ്ട ആവശ്യമില്ലല്ലോ. എൻ്റെ പെണ്ണാവള്, കാർന്നോമാരായി പറഞ്ഞു വെച്ചിരിക്കുന്ന അവളെ, വിഷ്ണുവിൻ്റെ പെണ്ണായിട്ട്. അവൾ എവിടെ പോയാലും ഈ വിഷ്ണുവിൻ്റെ കണ്ണുകൾ അവൾക്ക് പുറകെ ഉണ്ടാവും. അച്ഛനില്ലാത്ത കുട്ടിയാണെന്ന് കരുതി കയറി മുട്ടാൻ നിൽക്കണ്ട. പൊന്നിട്ട് മൂടാൻ പോകുന്ന സ്വത്തുവകൾ കുടുംബത്തിലുണ്ടായിട്ടും നീ നാട്ടുകാരുടെ കടയിൽ കൂലിവരക്ക് നിൽക്കുന്നതിൻ്റെ ഉദ്ദേശം നന്നായിട്ട് എനിക്കറിയാമെന്നുള്ള കാര്യം നിനക്കും അറിയാം. അത് നിന്റെ സംസാരം കേട്ടപ്പോൾ ബോധ്യായി. അതുകൊണ്ട് മോനെ അനി, അവളെ അങ്ങ് വെറുതെ വിട്ടേര്. ഇനി നിന്റെ നിഴൽ പോലും വിഷ്ണുവിൻ്റെ പെണ്ണിൻ്റെ ദേഹത്തിൽ വീഴരുത് എന്ന താക്കീതോടെ തിരിഞ്ഞ് വണ്ടിയിൽ കയറുമ്പോൾ വീണ്ടും മുന്നിൽ തടസ്സമായി നിൽക്കുന്ന അനിയെ കണ്ടു. അങ്ങനെ അങ്ങ് പോയാലോ വിഷ്ണു? നീ പറഞ്ഞൊക്കെ ഞാൻ കേട്ടില്ലേ? ഇനി ഞാൻ പറയുന്നത് നീയും കൂടെ ഒന്ന് കേൾക്ക്. കാർന്നോമാരായി പറഞ്ഞു വെച്ച ബന്ധമൊക്കെ ശരിയായിരിക്കാം, പക്ഷെ നീ പറഞ്ഞ നിന്റെ പെണ്ണെന്ന ആ വാചകം അങ്ങ് തിരുത്തിയേക്ക്. നിന്റെ പെണ്ണല്ല, ഈ അനിയുടെ പെണ്ണ്. അത് ഞാനും അവളും കൂടെ തീരുമാനിച്ചതാ. അവൾ എന്തിനോട് നിന്റെ കാര്യം പറഞ്ഞെന്ന് എനിക്കൊന്ന് ചിന്തിച്ചുകൂടായിരുന്നു? ബോധമില്ലാത്ത കാർന്നോമാർ ജനിക്കുന്നതിന് മുന്നേ പറഞ്ഞു വെച്ച അബദ്ധത്തിന്റെ കാര്യം അവൾ എന്നോട് പലപ്പോഴും പറഞ്ഞിരുന്നു. അവൾക്കതിൽ തീരെ താല്പര്യമില്ല. അല്ലെങ്കിൽ തന്നെ നിന്നെ പോലെ ഒരു ദേശപിശാചിനെ വിവാഹം കഴിക്കാൻ ഏത് പെണ്ണിനാ മനസ്സ് വരിക? കഴിഞ്ഞോ നിന്റെ നാടകം? ഇനിയൊരു വാക്ക് മുണ്ടി അറിയും ഞാൻ. പച്ചക്ക് നിന്നെ വെട്ടി നിർക്കും. ഇന്നും നിലയും കണ്ടു തുടങ്ങിയില്ല ഞാൻ അവളെ. അവൾക്ക് എന്നോടുള്ള ഇഷ്ടം എനിക്ക് നീ പറഞ്ഞിട്ട് വേണ്ട അറിയാൻ. പറഞ്ഞങ്ങ് കാട് കയറാതെ നീ. ഞാൻ വെറുതെ പറഞ്ഞല്ലേ വിഷ്ണു. ഇതാ കാണ്, നീ പറഞ്ഞ നിന്റെ പെണ്ണും ഞാനും കൂടിയുള്ള ഫോട്ടോസ്. അത്രയും അടുപ്പില്ലാത്ത ആരുമായിട്ടെങ്കിലും അവൾ ഇത്രയും ക്ലോസ് ആയി എന്ന് ഫോട്ടോ എടുക്കുന്നു നീ കരുതുന്നുണ്ടോ? അവള് പറയാൻ നിന്റെ കുടുംബക്കാര്യങ്ങൾ ഞാൻ അറിയാൻ തോന്നുന്നുണ്ടോ? നിനക്ക് ചിലപ്പോൾ അവളെ പേടിപ്പിച്ച് ഭാര്യയാക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ എന്നെ മാത്രം മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന പെണ്ണായിരിക്കും അവള്. അവൻ പറഞ്ഞു തീരും മുമ്പ് അവന്റെ കവിളിൽ കൈപ്പതിഞ്ഞിരുന്നു. പക്ഷേ പുഞ്ചിരിച്ചുകൊണ്ട് അവിടെ നടന്നകന്നവൻ പിന്നീട് എൻ്റെ സ്വൈര്യം കെടുത്തിക്കൊണ്ടിരുന്നു. പിറ്റേന്ന് മുതൽ പരിചയമില്ലാത്ത നമ്പറിൽ നിന്നും ഓരോ ദിവസം എന്നെ തേടിയെത്തുന്ന തെളിവുകളെല്ലാം വിരൽ ചൂണ്ടിയത് അനിയെ സ്നേഹിക്കുന്ന ദശുവിലേക്കാണ്. മനസ്സിൽ കൊണ്ട് നടന്നവൾ ചതിച്ചതായിട്ടാണ് ആദ്യം തോന്നിയത്. പിന്നീടെപ്പോഴോ ചതിയെന്ന് പറയാൻ പറ്റില്ല എന്ന് തോന്നി. അവളോ ഞാനോ ഇഷ്ടം തുറന്നു പറഞ്ഞിട്ടില്ലെന്നാണ് സത്യം. പിന്നീടെപ്പോഴോ നാരായണേട്ടൻ വഴി അവൾക്കൊരു പ്രപ്പോസൽ വന്നെന്നും അത് മുടക്കാൻ അവൾ വിഷ്ണുവിൻ്റെ പെണ്ണാണെന്ന് പരക്കെ വിളിച്ചു പറഞ്ഞെന്നും കേട്ടപ്പോൾ ഹൃദയം നുറുങ്ങുന്ന വേദന തോന്നി. അവളുടെ പ്രണയം തകരാതിരിക്കാൻ അവൾ എത്ര സമർത്ഥമായ എന്നെ കരുവാക്കിയെന്ന് ചിന്തിച്ചപ്പോൾ തല പെരുത്തു തുടങ്ങിയിരുന്നു. അവളെ എനിക്ക് വേണ്ടി പറഞ്ഞു വെച്ച കാർന്നോമാരെ ബുദ്ധിശൂന്യരും തരം താഴ്ത്തി അവളോട് ദിനം പ്രതി വെറുപ്പേറി വന്നുകൊണ്ടിരുന്നു എന്നാണ് സത്യം. താൻ പ്രണയിക്കുന്ന പെണ്ണിന്റെ മനസ്സിൽ മറ്റൊരു പുരുഷൻ സ്ഥാനം പിടിച്ചിരിക്കുന്നു എന്ന തിരിച്ചറിവ് ഏതൊരു പുരുഷന്റെയും അഭിമാനത്തിന് ഏൽക്കുന്ന കളങ്കം തന്നെയാണ്. എന്നാൽ അതറിയുന്ന അവളുടെ കാമുകന്റെ വായിൽ നിന്നാകുമ്പോൾ വേദന കൂടും. എന്നെ ഇഷ്ടമില്ലാത്തവൾ, മറ്റൊരുത്തനെ മനസ്സിൽ ചുമക്കുന്നവൾ, എന്റെ മുറിയിൽ കയറിയിറങ്ങിയും എന്റെ പേര് പറഞ്ഞ് വിവാഹം മുടക്കുകയും ചെയ്തതിനെ ചോദ്യം ചെയ്തപ്പോൾ ഒരു മനസാക്ഷി കുത്തുമില്ലാതെ കാർന്നോമാർ അവൾക്ക് തീരെഴുതി കൊടുത്ത ബന്ധമാണെന്ന് അവളുടെ വായിൽ നിന്ന് എന്നെ കേട്ടപ്പോൾ അന്ന് ആദ്യമായി എനിക്ക് അവളെ കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ തോന്നിയിരുന്നു. അല്പസമയത്തിനകം ഫോൺ വീണ്ടും ചെലച്ചു തുടങ്ങിയിരുന്നു. മറുപുറത്തെ പരിഹാസികൾ കേട്ടത് കവലിൽ വന്നാൽ കാണാം എൻ്റെ പെണ്ണ് എൻ്റെ വണ്ടിയിൽ കയറി വരുന്നെന്നാണ്. കേട്ടപ്പോൾ ഹൃദയം കല്ലായി മാറിയിരുന്നു. അവൾ അവൻ്റെ വണ്ടിയിൽ കയറില്ല എന്ന പ്രാർത്ഥനയോടെയാണ് ആൽത്തറയിൽ കൂട്ടുകാരത്ത് കയറിയിരുന്നത്.
ഒരേ മനസ്സോടെ കാത്തിരിക്കുന്ന കൂട്ടുകാരിൽ ചിലർക്ക് കാര്യം അറിയായിരുന്നുകൊണ്ട് അവർക്കൊപ്പം കൂടിയിരുന്നു. കൂട്ടുകാരനെ ചതിച്ച തൻ്റെ പെണ്ണിനോട് അവർക്കും വെറുപ്പായിരുന്നു എന്നതാണ് സത്യം. എന്റെ കൺമുമ്പിൽ കൂടി അവളെയും കൊണ്ട് അവൻ പറന്നു പോകുമ്പോഴും കണ്ണാടിയിലൂടെ അവൻ എന്നെ നോക്കി പുച്ഛിച്ചിരിക്കുകയായിരുന്നു. പതിവിന് വിപരീതമായി കിച്ചു ഒറ്റയ്ക്ക് ബസ് ഇറങ്ങി വരുന്ന കണ്ടപ്പോൾ ചേച്ചി എവിടെയെന്ന് കാര്യം അന്വേഷിച്ചിരുന്നു. ചേച്ചി വന്നില്ലെന്നും താൻ തന്നെയാണ് വന്നതെന്നും പരിഭം പറഞ്ഞ അവളെ വീട്ടിൽ കൊണ്ടാക്കി ചായ കുടിച്ചിരിക്കുമ്പോൾ വീണ്ടും വന്നു എന്റെ പെണ്ണ് അവന്റെ കൂടെ നിൽക്കുന്ന ഫോട്ടോ. അതുകൂടിയായപ്പോൾ ക്ഷമ നശിച്ചിരുന്നെന്ന് തന്നെ പറയാം. വണ്ടിയുമായി ആൾത്തറയിലേക്ക് പായുമ്പോൾ മനസ്സ് വല്ലാതെ മിടിക്കുന്നുണ്ടായിരുന്നു. അതിലേറെ അവളോടുള്ള വെറുപ്പും മനസ്സുകൊണ്ടുള്ള മറ്റൊരുവനെ സ്നേഹിക്കുന്നതെന്ന് അറിയുമ്പോഴും വിട്ടുകൊടുക്കാൻ മനസ്സ് അനുവദിച്ചിരുന്നില്ല. എനിക്കില്ലാത്ത അവളെ അവന് കൊടുക്കില്ലെന്ന് മനസ്സിൽ ഉറപ്പിക്കുമ്പോഴും എന്നെ വേണ്ടെന്ന് വെച്ച് അവളൊരു പാഠം പഠിപ്പിക്കണമെന്ന വാശിയായിരുന്നു മുന്നിൽ. ആൾത്തറയിൽ എൻ്റെ കൂട്ടുകാരൻ്റെ മുഖത്തടിച്ചുകൊണ്ട് അഴിഞ്ഞുലഞ്ഞ തലമുടിയും അലസത നിറഞ്ഞ വസ്ത്രധാരണമായി നിൽക്കുന്ന അവളെ കണ്ടപ്പോൾ ഫോണിലൂടെ കേട്ട അവൻ്റെ വാക്കുകൾക്ക് കനം വെക്കുകയായിരുന്നു. തകർന്നു പോയിരുന്നു ഞാൻ. എന്നിൽ ഉണർച്ച പ്രാപിച്ച വികാരത്തെ വെളിപ്പെടുത്താൻ വാക്കുകൾ കിട്ടാതെ വന്നപ്പോൾ ദേഷ്യം ബുദ്ധിയെ നിയന്ത്രിച്ചപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞു തീർത്തെന്ന് ഇപ്പോഴും ഒരു ബോധമില്ല എനിക്ക്. നിറകണ്ണുകളോടെ നടന്നകലുന്ന പെണ്ണിനോട് കരുണ തോന്നിയെങ്കിലും അതവൾ അർഹിക്കുന്നില്ലെന്ന് മനസ്സ് പറഞ്ഞുകൊണ്ടിരുന്നു. എത്ര നേരം അങ്ങനെ ചിന്തിച്ചിരുന്നെന്നറിയില്ല. ഇരുണ്ടുകൂടിയ ആകാശത്തിൽ നിന്നൊരു തുള്ളി മുഖത്ത് പതിച്ചപ്പോഴാണ് അവിടെ നിന്ന് എഴുന്നേറ്റ് നടന്നത്. വണ്ടി ഓടിച്ച് വീട്ടിലേക്കുള്ള വരമ്പ് തിരിഞ്ഞപ്പോഴാണ് അമ്മ അവിടെ അടുത്താണെന്ന് ഓർത്തത്. മഴ പെയ്യാൻ തുടങ്ങിയിരുന്നെങ്കിലും കാര്യമാക്കാതെ അവിടെ വീട് ലക്ഷ്യമാക്കി പാഞ്ഞു. മനസ്സ് ചുട്ടുപൊള്ളുമ്പോഴും ഉടൽ കുളിർപ്പിക്കുന്ന മഴയിൽ കണ്ണുനീരൊഴുക്കി കളഞ്ഞു. കണ്ണുനീർ ആൺകുട്ടികൾക്ക് വിലക്കപ്പെട്ട കനിയാണത്രേ. അച്ഛൻ മരിച്ചു കിടക്കുമ്പോൾ അലമുറയിട്ട് കരഞ്ഞപ്പോഴാണ് ആ വാക്കുകൾ ആദ്യം കേട്ടത്. നീ ഒരു ആൺകുട്ടിയല്ലേ വിച്ചു, നീ വേണ്ട അമ്മയെ സമാധാനിപ്പിക്കാൻ എന്ന്. പിന്നീട് അങ്ങോട്ട് പ്രതിസന്ധികൾ വഴിമുടക്കി നിന്നപ്പോഴെല്ലാം കേട്ട ഉപദേശങ്ങളിൽ ഒന്നാണ് ആൺകുട്ടി കരയാൻ പാടില്ലെന്ന്. സങ്കടം വരുമ്പോഴെല്ലാം ഇറങ്ങി നടന്നാണ് ശീലം, എങ്ങോട്ടെന്നില്ലാതെ ഒരു നടപ്പ്. പക്ഷേ ഇവിടെ അതിനും മനസ്സനുവദിക്കുന്നില്ല. കണ്ണൊന്ന് തെറ്റിയാൽ അവൾ കൈവിട്ട് പോയാലോ എന്ന ഭയമാണ് മനസ്സിൽ. മറ്റൊരുവന്റെ താലിയുമായി നിൽക്കുന്ന എൻ്റെ പെണ്ണിനെ കാണാൻ മാത്രം മനക്കെട്ടി അന്നും ഇന്നും ഈ വിഷ്ണുവിനില്ലെന്ന് എങ്ങനെയാണ് ഞാൻ അവളെ മനസ്സിലാക്കുന്നത്? വണ്ടി നിർത്തി ഉമ്മറത്തേക്ക് ഓടിക്കയറുമ്പോൾ വീണ്ടും കേട്ടു എൻ്റെ ഉറക്കം കെടുത്തുന്ന ശബ്ദം. അകത്തേക്ക് ഒന്നുകൂടി കയറി നിന്നപ്പോൾ എൻ്റെ പെണ്ണിൻ്റെ തൊട്ടടുത്ത് അവളുടെ ബെഡിലിരിക്കുന്ന അനി. ഇരച്ചു കയറിയ ദേഷ്യം അടക്കാനാവാതെ അകത്തേക്ക് കയറുമ്പോൾ കണ്ടു അവരോട് വർത്തമാനം പറഞ്ഞിരിക്കുന്ന അമ്മയെയും അമ്മായിയെയും. അമ്മേ, വീട്ടിൽ പോണമെന്നില്ലേ? എവിടെ തന്നെ കൂടാനാണോ ഭാവം? ആളറിക്കൊണ്ടുള്ള എന്നെ ചോദ്യം കേട്ട് 4 പേര് ഒരുമിച്ച് ഞെട്ടിത്തിരിഞ്ഞ് നോക്കി. എന്നെ കണ്ടത് അനിയുടെ മുഖത്ത് വീണ്ടും പുച്ഛം നിറയുന്ന കണ്ടു. ഹോ, ഈ ചെറുക്കൻ മനുഷ്യന്റെ നല്ല ജീവൻ അങ്ങ് പോയി. എന്തിനാണ് നീ കിടന്ന് കൂന്ന്? വീട്ടിൽ പോണെന്ന് എനിക്കറിയില്ലേ? എൻ്റെ ഭഗവാനെ, 2 ദിവസമായി ചെറുക്കൻ്റെ മേത്ത് കലി കയറിയിട്ട്. മനുഷ്യരെ കാണുമ്പോൾ കുരിശേണ്ട ചെകുത്താനെ പോലെ ആ ചെറുക്കനിപ്പോ. ഇവന്റെ അച്ഛനെ കൊണ്ടില്ലായിരുന്നു ഇത്ര പാട്. അമ്മയുടെ വാക്കുകൾ വല്ലാത്ത അപമാനമായി തോന്നി. അനിയുടെ മുമ്പിൽ ഇല്ലാണ്ടായ പോലെ തോന്നി വിഷ്ണുവിന്. മനസ്സിലുറഞ്ഞ സങ്കടം മുഖത്ത് പ്രകടിപ്പിക്കാതെ അനിയെ തന്നെ ദഹിപ്പിക്കുന്ന പോലെ നോക്കി നിന്നു. ഇരുന്നിരുന്ന് സമയം പോയതറിഞ്ഞില്ല. എന്നവിടെ ഞാനും പോകണം അങ്ങോട്ട്. അതും പറഞ്ഞ് അനിയവളുടെ അടുത്ത് നിന്ന് എഴുന്നേറ്റ് ചിരിയോടെ വിഷ്ണുവിനെ നോക്കി അവിടെ നെറ്റിയിൽ പതിയെ കൈവച്ച് നോക്കി. ഇപ്പൊ പനിയൊന്നുമില്ലല്ലോ തനിക്ക്? രാത്രി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണം കേട്ടോ, മടിയൊന്നും വേണ്ട, ഞാനിങ്ങ് ഓടി വന്നേക്കാം. അതും പറഞ്ഞ് അവൻ പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും പുറകിൽ നിന്ന് അമ്മയാണ് മറുപടി പറഞ്ഞ്. മോ വിഷമിക്കേണ്ട, ദയിച്ചു മോൾക്കൊരു ആവശ്യം വന്നാ ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ. ഇപ്പതാ വിഷ്ണുവുണ്ട്, മോ ധൈര്യമായിട്ട് പോയിക്കോ. കാര്യങ്ങളൊന്നും അറിയാതെയാണ് മറുപടി പറഞ്ഞെങ്കിലും അമ്മയുടെ ആ മറുപടി എനിക്ക് നന്നായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു. അപ്പോഴും എൻ്റെ ശ്രദ്ധ ദശുവിൻ്റെ മുഖത്തായിരുന്നു. യാതൊരു ഭാവവ്യത്യാസവും ഇല്ലാതെ എല്ലാം കേട്ടുകൊണ്ട് കിടക്കുന്ന അവളെ കാണാൻ എനിക്ക് സംശയങ്ങൾ തലപൊക്കി തുടങ്ങിയിരുന്നു. അനി യാത്ര പറഞ്ഞിറങ്ങി ഏതാണ്ട് അരമണിക്കൂർ കൂടി കഴിഞ്ഞാണ് അമ്മയുടെ അടുത്തുനിന്ന് ഇറങ്ങാൻ പോലും കൂട്ടാക്കിയത്. ഉമ്മറത്ത് ആരോടും മിണ്ടാതെ ഞാൻ ഒറ്റയ്ക്കിരിക്കുന്ന കണ്ടപ്പോഴാവും കൊച്ചു കാന്താരി കിച്ചു ഒരു ബുക്ക് നിവർത്തി പിടിച്ച് എൻ്റെ അടുത്ത് വന്നിരുന്നിരുന്നു. ചേച്ചിയെ തള്ളിയ ആളോടുള്ള പരിഭവം മിണ്ടാൻ അനുവദിക്കുന്നുണ്ടായിരുന്നില്ല. എങ്കിലും അവൾ ഇടയ്ക്കിടയ്ക്ക് ഒളിയണ്ണിട്ട് എന്നെ നോക്കുന്ന കണ്ടപ്പോൾ ചെറുതായി ചിരി വന്നു. നമുക്കെന്ന് അങ്ങോട്ട് ഇറങ്ങിയാലോ വെച്ചു, നേരെ ഒരുപാട് ഇരുട്ടി. അതും പറഞ്ഞ് അമ്മ ഉമ്മറത്തേക്ക് വന്നപ്പോൾ തുറിച്ചൊന്ന് നോക്കുക മാത്രം ചെയ്തു. നോക്കി ദഹിപ്പിക്കാതെ നടക്ക് ചേർക്ക. അവൻ്റെ ഒരു ദേഷ്യം. വീട്ടിലോട്ട് ചെല്ലട്ടെ, നിന്റെ തലയിലോട്ട് ഒരു 10 കുടം വെള്ളം കോരി ഒഴിക്കുന്നുണ്ട് ഞാൻ. അവൻ്റെ ഒരു ചൂടാവല്. അമ്മയുടെ വാക്കുകൾക്ക് നോക്കിയിരുന്ന പോലെ കുടുകുടാ ചിരിക്കുന്ന കിച്ചുവിനെ കണ്ടപ്പോൾ ഒന്നും മിണ്ടാതെ ഇറങ്ങി നടന്നു. വീട്ടിലേക്കുള്ള യാത്രയിൽ അമ്മയോടൊന്നും മിണ്ടിയിരുന്നില്ല. വീട്ടിലെത്തിയതും വണ്ടിയിൽ നിന്നിറങ്ങി കൈയും മുഖവും കഴുകി വന്നപ്പോഴേക്കും അമ്മ കതക് തുറന്നിരുന്നു. പ്രവൃത്തികളൊക്കെ യാന്ത്രികമായിരുന്നു. അമ്മയുടെയും അമ്മായിയുടെയും മുന്നിൽ വെച്ച് അവൻ തൊട്ടടുത്തിരിക്കുമ്പോഴും കയ്യിൽ പിടിച്ച് സംസാരിക്കുമ്പോഴും അവളിൽ യാതൊരു ഭാവവ്യത്യാസവും കണ്ടില്ല. മനസ്സിൽ കളങ്കമുള്ള പെണ്ണിനൊരിക്കലും അങ്ങനെ കൂളായി സംസാരിക്കാൻ സാധിക്കില്ല, പ്രത്യേകിച്ച് ദശുവിനെ പോലൊരു നാട്ടിൻപുറത്തുകാരി പെണ്ണിന്. അവൾ പറഞ്ഞാണ് എന്നെ എനിക്കറിയുന്നെങ്കിൽ എന്നെ കാണുമ്പോൾ അവളിൽ ഭാവവ്യത്യാസം ഉണ്ടാവുമായിരുന്നു. ഒരുപക്ഷെ ഞാനും അനിയും തമ്മിലുള്ള സംസാരം പോലും അവൾ അറിയാതിരിക്കാൻ വഴിയില്ല. അങ്ങനെയെങ്കിൽ പിന്നെങ്ങനെ അവൾക്ക് ഇങ്ങനെ പെരുമാറാൻ സാധിക്കുന്നു?
ഒരുപക്ഷെ അവൾക്ക് അങ്ങനെ ഒരു ബന്ധം ഇല്ലായിട്ടാണ് അവൾ എൻ്റെ പെണ്ണാണെന്ന് വീറോടെ പറഞ്ഞത്. പക്ഷെ ആ ഫോട്ടോസ് അതെങ്ങനെ സംഭവിച്ചു? അവൻ മുൻകൂട്ടി പറഞ്ഞ കാര്യങ്ങളൊക്കെ എങ്ങനെ കൃത്യമായി സംഭവിച്ചു? ഇനിയും വായിക്കൂടാ, നാളെ തന്നെ ദശുവിൻ്റെ മനസ്സറിയണം. പക്ഷെ എങ്ങനെ? ഇന്നത്തെ പോലെ നാളെ അവൾ അലറിക്കരഞ്ഞാലോ, എന്നെ വെറുപ്പാണെന്ന് പറഞ്ഞാലോ? ഒരു പെണ്ണിനെ കൈനീട്ടിയടിക്കുന്ന ആണത്തവളെ നന്നായിട്ട് അറിയാം. അമ്മ വളർത്തിയ മകൻ തന്നെയാണ് ഞാൻ. പക്ഷേ മനസ്സിൽ കൊണ്ടുനടന്നവൾ മറ്റൊരുവനെ സ്നേഹിക്കുന്നു എന്നറിയുമ്പോൾ എല്ലാം മറന്നുകൊണ്ട് അവൾക്ക് മംഗളം പാടാൻ കഴിഞ്ഞില്ല. പുറമേ നിന്ന് നോക്കുമ്പോൾ എല്ലാം കഥയാണ്. അവൾ നന്നായി ജീവിക്കട്ടെ എന്ന് കരുതി തിരയെണ്ണി ജീവിക്കാൻ ഇത് കണ്ണീർ സീരിയലല്ല, ഈ വിഷ്ണുവിൻ്റെ ജീവിതം. ബുദ്ധിപരമായി ചിന്തിക്കുമ്പോൾ തെറ്റെന്ന് തോന്നുന്ന പല കാര്യങ്ങളും വൈകാരികമായി ചിന്തിക്കുമ്പോൾ ശരിയാണെന്ന് മനസ്സിലാവും. പക്ഷെ അതിൽ ജീവിക്കുന്നത് നമ്മളാവണമെന്ന് മാത്രം. പതിവിന് വിപരീതമായിട്ടാണ് കാലത്ത് ദശുവിൻ്റെ വീട്ടിലേക്ക് കയറി ചെല്ലുന്നത്. 10:30 കഴിഞ്ഞിരുന്നു. അമ്മായി, ഇവിടെ ആരുമില്ലേ? ആരാ ഇത്? വിഷ്ണുവോ? എന്താ മോനെ പതിവില്ലാത്ത ആള് ഈ നേരത്തെ ഒരു വരവ്? അമ്മ ഇവിടെ വന്നില്ലേ? ഇല്ലമ്മായി, അമ്മ വീട്ടിൽ പണിയാ. അവൾക്ക് എങ്ങനെയാണ് തിരക്കി വരാൻ പറഞ്ഞു വിട്ടാ തന്നെ. കുറഞ്ഞ മോനെ. എന്നാലും രാത്രി ചെറിയ പനിയുണ്ടായിരുന്നു. ഇന്നലെ വാങ്ങിയ മരുന്നിന്റെ ബാക്കി ഉണ്ടായിരുന്നോണ്ട് അത് കൊടുത്ത് നിർത്തി. എന്നിട്ട് അവളെന്തിയെ കിടക്കുവാണോ? അകത്തേക്ക് നോക്കിയായിരുന്നു ചോദ്യം. ഇല്ല മോനെ, ഞാൻ കാലത്ത് വിളിച്ച് ലീവ് പറഞ്ഞിരുന്നു ഇന്നും കൂടി. പക്ഷെ കിച്ചു കാലത്ത് ചോറെടുക്കാണ്ട സ്കൂളിൽ പോയത്. മോനെ വിളിക്കാതൊന്ന് കൊണ്ടുകൊടുക്കാന്ന് പറഞ്ഞപ്പോൾ വേണ്ടാന്ന് പറഞ്ഞ അവൾ തന്നെ ഒരുങ്ങിപ്പോയി. അതെന്തിനാ അമ്മായി ഒറ്റയ്ക്ക് വിട്ട്? ഞാൻ കൊണ്ട് കൊടുക്കില്ലായിരുന്നോ? ഇന്നലെ കൂടി തലകറക്കല്ലായിരുന്നു അവൾക്ക്? ഞാൻ പറഞ്ഞാ മോനെ, എന്തോ വാശി തീർക്കണ പോലെയാ അവൾ ഇറങ്ങിപ്പോയത്. ഞാനൊന്ന് പോയി നോക്കാം. അതും പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ പുറകിൽ നിന്ന് കേട്ടിരുന്നു അമ്മായിയുടെ സ്വരം. മോനെ, എൻ്റെ മോള് പഴിച്ചിട്ടൊന്നുമില്ല കുഞ്ഞ്. രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പെടാപ്പാട് പെടുക പാവം. അതിൻ്റെ ഈ പ്രായത്തിൽ താങ്ങാൻ പറ്റുന്നതിലപ്പുറം ഭാരമുണ്ട് അതിൻ്റെ ചുമലിൽ. ഉറച്ചൊന്നും ഇരിക്കാൻ പോലും എൻ്റെ കുട്ടിക്ക് കഴിയാറില്ല. മോനായിട്ട് അവളെ നോവിക്കരുത്. അമ്മായിയുടെ സ്വരം നന്നേ ചിലമ്പിച്ചിരുന്നു. തിരിഞ്ഞു നോക്കാൻ ധൈര്യമുണ്ടായില്ല. സ്വന്തം മകളുടെ നിരപരാധിത്വം തെളിയിക്കാൻ മറ്റൊരാളുടെ മുന്നിൽ അപേക്ഷിക്കേണ്ടി വരുന്ന അമ്മ, അതൊരു നോവ് തന്നെയാണ്. എന്നോട് തന്നെ വെറുപ്പ് തോന്നിപ്പോയി ആ നിമിഷത്തിൽ. മനസ്സുകൊണ്ട് സ്വയം ശപിച്ചു. മസിലുണ്ടായിട്ട് കാര്യമില്ല, മനസ്സറിയാൻ പഠിക്കണമെന്ന അമ്മയുടെ വാക്കുകൾ ഇപ്പോഴാണ് മനസ്സിലേക്ക് എത്തിയത്. എൻ്റെ ചേച്ചി മിക്ക ദിവസവും ചിക്കൻ ബിരിയാണി വാങ്ങിക്കൊണ്ട് വരാറുണ്ട്. ചേച്ചിക്കറിയാം എനിക്ക് ബിരിയാണിയാണ് ഇഷ്ടമെന്ന്. ഇന്ന് ഉച്ചയ്ക്ക് ചോറുണ്ടാകാൻ മടിയാണെന്ന് പറഞ്ഞ് കരഞ്ഞപ്പോൾ ചേച്ചിയാ പറഞ്ഞ് വൈകിട്ട് വരുമ്പോൾ ബിരിയാണി വാങ്ങി വെക്കാമെന്ന്. പിന്നെ ഒന്നും ഓർത്തില്ല. ഉച്ചയ്ക്ക് ചോറുണ്ടാ വിശപ്പ് പോയാലെന്നോർത്ത് ഞാൻ ചോറെടുക്കാത്തതാ. കൂട്ടുകാരിൽ നിന്ന് വെള്ളം വാങ്ങി കുടിച്ചുകൊണ്ട് കിച്ചു പറയുന്നത് കേട്ടപ്പോൾ ചങ്ക് തകർന്നു പോയിരുന്നു. കിച്ചുവിൻ്റെ ക്ലാസ് മുറിയുടെ വാതിൽക്കൽ അവളുടെ ചോറ്റുപാത്രമായി നിൽക്കുമ്പോൾ അകത്ത് കൂട്ടുകാരികളോട് വീമ്പുറയും തിരക്കിലായിരുന്നു കൊച്ചു കാന്താരി. പ്രാരാബ്ധങ്ങളുടെ കെട്ടഴിക്കുന്നതിനിടയിൽ കുഞ്ഞനുജത്തിയുടെ ആഗ്രഹങ്ങൾ സഫലമാക്കാൻ മറന്നുപോയിരുന്നു എന്ന് അപ്പോൾ മാത്രമാണ് ഓർത്തത്. ഞാനല്ലാതെ ആരാണ് അവൾക്ക് ഇതൊക്കെ വാങ്ങിക്കൊടുക്കാനുള്ളത്? ഒരിക്കൽ പോലും ഇങ്ങനെ ഒരു ആഗ്രഹമുള്ളത് അവൾ പറഞ്ഞിട്ടില്ല. ചേച്ചിയുടെ പ്രാരാബ്ധം കൊണ്ട് വളർന്നവൾ മനഃപൂർവ്വം പറയാതിരുന്നതാവാം. പക്ഷെ അറിഞ്ഞ് ചെയ്യേണ്ടതവൾ ഞാനായിരുന്നില്ലേ? എല്ലാ കുട്ടികളെയും പോലെ തരം മാറിയിടാൻ ഉടുപ്പോ ചെരുപ്പോ പലഹാരങ്ങളോ അല്ലല്ലോ അവൾ ആഗ്രഹിച്ച്. അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ആഹാരമല്ലേ? അതുകൂടി സാധിച്ചു കൊടുക്കാൻ പറ്റാതെ ഞാൻ സമ്പാദിച്ചു കൂട്ടുന്നൊക്കെ എന്തിനാണ്? ഓരോന്ന് ആലോചിച്ചിലേക്ക് കണ്ണുനീർ അണപൊട്ടിയിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് എഗ് ഫ്രൈഡ് റൈസ് ആയിരുന്നു ഇന്ന് ഉച്ചയ്ക്ക്. എനിക്ക് അതാണ് ഫുഡ്. മമ്മ ഉണ്ടാക്കുന്ന ഫ്രൈഡ് റൈസ് നല്ല ടേസ്റ്റിയാ. കൂട്ടത്തിലൊരു കൊച്ചു സുന്ദരിയുടെ വകയായിരുന്നു അടുത്ത വാക്ക്. അതെ, എൻ്റെ തെച്ചേച്ചി വെക്കുന്ന ഫ്രൈഡ് റൈസ് എന്ത് ടേസ്റ്റാണെന്നറിയോ? നിങ്ങളൊന്ന് കഴിച്ചു നോക്കണം. മനസ്സിലെ ആഗ്രഹങ്ങൾ മുഴുവൻ കഥകളായി പുറത്തു വരുമ്പോൾ തകർന്ന ഹൃദയവുമായി പുറത്തു നിൽക്കുന്ന ചേച്ചിയെ അവൾ കണ്ടിരുന്നില്ല. അധികം കേട്ടു നിൽക്കാനാവുമായിരുന്നില്ല ദച്ചുവിന്. കിച്ചുവിന് കൊടുക്കാനായി കൊണ്ടുവന്ന പൊതിച്ചോറും കയ്യിൽ പിടിച്ച് തിരിഞ്ഞു നടക്കാൻ തുടങ്ങുമ്പോഴാണ് തൻ്റെ തൊട്ടുപിറകിലെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്ന വിഷ്ണുവേട്ടനെ കണ്ടത്. നിറഞ്ഞൊഴുകിയ കണ്ണുകൾ അമർത്തി തുടച്ച് മുന്നോട്ട് നടക്കാൻ തുടങ്ങുമ്പോഴേക്കും കയ്യിൽ പിടിവീണിരുന്നു. കൈ കുടഞ്ഞെറിഞ്ഞ് മുന്നേ ഓടുമ്പോൾ ദേഷ്യമോ വെറുപ്പോ സങ്കടമോ എന്താണ് തന്നെ കീഴടക്കിയെന്ന് മനസ്സിലായില്ല. ഒരിക്കലും കാണരുതെന്ന് ആഗ്രഹിച്ച മുഖം വീണ്ടും മുമ്പിൽ വന്ന് നിന്നപ്പോൾ കൈകാലുകൾ തളർച്ച പ്രാപിച്ച് തുടങ്ങിയിരുന്നു. വീണ്ടും വണ്ടിയുമായി മുന്നിൽ വന്നിന്ന് നിന്നോട് കുറച്ച് സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോൾ എനിക്കൊന്ന് സംസാരിക്കാനെന്ന് പറഞ്ഞ് മുന്നോട്ട് നടക്കാൻ തുടങ്ങുമ്പോഴേക്കും വീണ്ടും കയ്യിൽ പിടിവീണു. എനിക്ക് പറയാനുണ്ട്, നീ അത് കേൾക്കുകയും ചെയ്യും എന്ന് വാശിയോടെ പറയുമ്പോൾ കയ്യിലെ പിടുത്തം മുറുകിക്കൊണ്ടിരുന്നു. അവസാനം കേറാലടി പറഞ്ഞു എന്ന ഒറ്റലർച്ചയിൽ അറിയാതെ തന്നെ വണ്ടിയുടെ പിന്നിൽ ഇരിപ്പുറപ്പിച്ചിരുന്നു. ദച്ചു, അനി നീയും തമ്മിലെന്താ ബന്ധം? അവൻ ആരാ നിന്റെ? അവനെന്തിനാ നിന്റെ പുറകെ നടക്കുന്നത്? ഒറ്റ ശ്വാസത്തിൽ ചോദ്യങ്ങൾ അത്രയും ചോദിച്ച് കൈകിട്ടി നിൽക്കുന്ന വിഷ്ണുവേട്ടനെ കണ്ടപ്പോൾ വെറുപ്പിരട്ടിച്ചിരുന്നു. മനസ്സിൽ കൊണ്ടുനടന്ന പുരുഷ വിഗ്രഹത്തിന് ഇത്രയും നീചമായൊരു മുഖമുണ്ടെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. നിങ്ങൾ ഇത്രയും വൃത്തിയായിട്ട് മനസ്സിലുടമയാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ഒരുമ്പെട്ടവളെന്ന് വിളിച്ചപ്പോഴും പിഴച്ചവളെന്ന് പറഞ്ഞപ്പോഴും ഇതാണ് കാരണമെന്ന് മനസ്സിലായിരുന്നില്ല. ഉറപ്പെണ്ണിന്റെ ചാരനെ കണ്ടുപിടിക്കാൻ നടക്കുകയാണല്ലേടോ. തന്നെ മാത്രം മനസ്സിൽ കൊണ്ടുവരുന്ന എനിക്ക് അത് തന്നെ വേണം. ഇന്നല്ലെങ്കിൽ നാളെ എന്നെ ഇഷ്ടാവുന്ന കരുതുന്നത് ഞാൻ പൊട്ടി. കാണേണ്ട എനിക്ക് നിങ്ങളെ ഒരു നിമിഷം പോലും. അതും പറഞ്ഞ് അവൾ അലറിക്കരഞ്ഞു.
താൻ ഇതുവരെ ചതിക്കപ്പെടുകയായിരുന്നു. അവൻ തയ്യാറാക്കിയ നാടകത്തിലെ പാവയായിരുന്നു താൻ. എല്ലാം ഓർക്കെ അവന്റെ ദേഷ്യം ഇരട്ടിച്ചു. ഇനി എന്തൊക്കെ സംഭവിക്കും? കാത്തിരിക്കാം. ഈ കഥയുടെ അവസാന ഭാഗം നാളെ ഇതേ സമയം.